അനാവശ്യമായിട്ടുള്ള വേണ്ടാത്ത ഇൻസെക്യൂരിറ്റികളെല്ലാം പിള്ളേർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു ഓഫീസാണ് ഈ വീടെന്ന് പറയുന്നത്. നമുക്കിങ്ങനെ പൈസ പ്രശ്നം എല്ലാ കാലഘട്ടത്തിലുണ്ട്. അതിപ്പോൾ ഞാനും അച്ഛനും അമ്മയും മിൻറ്റും ഒക്കെ കണക്കാണ്. ഞങ്ങൾ 4 പേരും ഈ വിഷയത്തിൽ ഭയങ്കര കണക്കായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ യാത്ര മിക്കപ്പോഴും എന്തെങ്കിലും ഒരു പോയിന്റിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്ന യാത്രകളായിരിക്കും. പുതിയ പുതിയ എക്സ്പീരിയൻസുകളോട് ഭയങ്കര മറ്റേ ആക്രാന്തമുള്ളതിൻ്റെ പുറത്താണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു കൂടിയിട്ടുള്ളത്. കണ്ണ് ചിമ്മുമ്പോൾ ആ ചിമ്മുന്ന ഗ്യാപ്പിനുള്ളിൽ നമ്മൾ വല്ലാത്തൊരു സുഖം ഫീൽ ചെയ്യണം. പിന്നീട് വരയ്ക്കാമെന്ന് വിചാരിക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. പൊതുവേ എന്ന് വെച്ചാൽ സ്കെച്ച് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. സ്വാതന്ത്ര്യമെന്ന ഒറ്റ ചിന്തയുടെ പ്രേരണയാൽ അയാൾ ഓടുന്ന വണ്ടിയിൽ നിന്ന് എടുത്തു ചാടി. വീട്ടിലിരുന്നുള്ളൊരു പഠിത്തമൊന്നും ആയിരുന്നില്ല എന്തായാലും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരും ആരും നമ്മളെപ്പോൾ ഉള്ളവരായിരുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരം പറഞ്ഞ് അങ്ങനത്തെ ഒരു കോൺവെർസേഷനായിട്ടൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ നമ്മൾ കുഞ്ഞിലെ മുതൽ ഇപ്പോൾ ഒരു പോയിൻ്റ് എത്തുമ്പോൾ മാത്രമൊന്നുമല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു ജീവിതമല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടുമുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ ഇല്ല, അല്ലെങ്കിൽ അവർക്കില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം, ഫ്രീഡം, നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ പുറകെ ഇഷ്ടമുള്ളിടത്തോളം ഇഷ്ടമുള്ള അത്രയും പോകാനൊക്കെ പറ്റും, ഇഷ്ടമുള്ള അത്ര നേരം കളിക്കാം, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാധനം നമ്മുടെ വേറെ കൂട്ടുകാർക്കൊന്നും അങ്ങനെ കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് എവിടേക്കോ ഈ പറയുന്നൊരു ഡിഫറൻസ് അറിയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൽ തന്നെ നമ്മൾ അതനുഭവിച്ച് അതറിഞ്ഞ് എന്താ പറയുക, പിന്നെ അച്ഛൻ്റെയും അമ്മേനെയും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞിലെ മുതൽ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയിക്കേണ്ട ഒരു അങ്ങനത്തെ ഒരു കോൺവെർസേഷനൊന്നും വരുന്നൊന്നുമില്ല. എനിക്കറിയാം അവർ എങ്ങനെയായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നെ ഡെയിലി വരുന്ന അല്ലാത്ത കോൺവെർസേഷനുകളിൽ കൂടെ നമ്മൾ ഇവരുടെ ബാക്കി സൈഡുകളൊക്കെ അറിയുന്നവരല്ലേ. അവർ ഉറപ്പായിട്ടും എനിക്കിപ്പോൾ ഇതിനൊരു ഉത്തരമായിട്ട് വേണേൽ പറയണമെങ്കിൽ അവരാക്ച്വലി കുട്ടികളെ വേണ്ടെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിസ്റ്റത്തിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കുട്ടികളൊന്നും വേണ്ട. പിന്നെ ഇനി അഥവാ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരാഗ്രഹിക്കുന്നൊരു സ്വാതന്ത്ര്യവും പിന്നെന്താ പറയുക, അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതമൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മതി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഭാഗ്യത്തിന് അങ്ങനെയുള്ള സ്ഥലത്താണ് എത്തിപ്പെട്ടത്. അച്ഛനും അമ്മയും ഒരച്ഛനും അമ്മയൊന്നും ആയിരുന്നില്ല ലൈഫിൻ്റെ മിക്ക പോയിൻ്റുകളും. അപ്പം അത് എനിക്ക് ഭയങ്കര രസം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ എനിക്കും ഈ പറയുന്ന പോലെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി അവരെപ്പോലുള്ളൊരു റോളിലേക്കൊക്കെ ഭാവിയിൽ മാറുകയാണെങ്കിൽ ഒരച്ഛനും അമ്മയും ആവാതിരിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം പാടുപിടിച്ച പണിയായിരിക്കും എന്ന് എനിക്കിപ്പോൾ തന്നെ ഏകദേശം ധാരണയായി തുടങ്ങിയിട്ടുണ്ട്. 2 കുട്ടികളൊക്കെ വരുമ്പോഴേക്കും അച്ഛനമ്മയും ആവാതിരിക്കുന്നത് നല്ല പാടാണ്. അപ്പോൾ അതൊരു ഭീകര പരിപാടിയായിരുന്നു അവരുടെ. അതായത് അച്ഛൻ എന്നാൽ എന്താ പറയുന്ന പോലെ പിന്നെ വളരെ കൊച്ചിലെ മുതൽ ഇപ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് തന്നിട്ടാണ് ഇവർ വളർത്തിയിട്ടുള്ള. റെസ്പെക്റ്റും എന്താ പറയുക, ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നാണ് വളർത്തണേ. ഇപ്പോൾ നമ്മൾ ഈ കുട്ടികളാണെന്നുള്ളൊരു തോന്നലൊന്നും ഒരിക്കലും നമുക്ക് വരാൻ അവരെ ഇടയാക്കിയിട്ടില്ല. കുഞ്ഞിലെ മുതലേ വലിയൊരു എന്താ പറയുക, അവരെക്കാളും ബോധം വിവരമുള്ള ആൾക്കാരാണെന്നുള്ളൊരു എന്താ പറയുക, അത് അവരഭിനയിക്കുന്നതൊന്നുമല്ല, അവർ ശരിക്കും ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കണേയാവാം, പക്ഷെ അവരങ്ങനെ തന്നെയാണ് ഉറപ്പായിട്ടും വിശ്വസിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടി വളരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം വരുന്നൊരു കോൺഫിഡൻസും നമുക്ക് സ്വയം വരുന്നൊരു നമ്മളോടുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർ ത്രൂ ആണ് ഞാൻ എന്നെയും റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ വീട്ടിൽ എന്ത് തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അത് ഞങ്ങളിൽ കൂടി വേണം, ഞങ്ങളിൽ കൂടി കയറി ഇറങ്ങിയാണത് ഒരു തീരുമാനമായി മാറുള്ളൂ. അപ്പം അതിപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ നാളത്തേക്ക് വെള്ളരി വാങ്ങിക്കണോ ചുമലരി വാങ്ങിക്കണോ എന്നുള്ളത് മുതൽ എല്ലാത്തിനകത്തും ഈ സാധനമുണ്ട്. അപ്പോൾ അത് നമ്മുടെ അഭിപ്രായം ഭയങ്കര വാലിഡാണ്.
അപ്പോൾ വളരെ ചെറിയ പിള്ളേരായിരിക്കും, പക്ഷേ അത് ഭയങ്കര വൈൽഡാണ്. നമ്മളും കൂടെ തീരുമാനിക്കുന്നതനുസരിച്ച് ഈ പരിപാടി നടക്കുകയുള്ളൂ. അപ്പോൾ ഇവരുടെ രണ്ടുപേരും ഒരു കളക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ക്വാളിറ്റി ഇതാണ്. നമ്മളറിയാത്തൊന്നും ആ വീട്ടിലങ്ങനെ എന്നുവെച്ചാൽ എല്ലാ സാഹചര്യങ്ങളും നമുക്കറിയാമായിരുന്നു, പരസ്പരം ഡിസ്കസ് ചെയ്യുമായിരുന്നു. വളരെ കുഞ്ഞിനെ മുതൽ ഞാനും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ട് പോകുന്നൊരു പരിപാടിയാണ് ഈ വീടെന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ചുമ്മാ കുട്ടിയൊന്നുമല്ല, നമുക്ക് കാര്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓക്കെ എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാമെന്ന് പറ്റില്ല. നമുക്കറിയാം പൈസ ഇല്ല എന്നുള്ളത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ പടമൊക്കെ വരച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 100 രൂപയൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് 100 രൂപ കിട്ടുമ്പോഴേക്കും നമുക്ക് 100 രൂപ കിട്ടിയെന്നുള്ളൊരു തോന്നലൊന്നുമല്ല കുഞ്ഞിലാണെങ്കിലും നമുക്ക് വരുന്നത് ഇന്നലെ അച്ഛന് പൈസ കിട്ടി, ഇന്ന് എനിക്ക് പൈസ കിട്ടി. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ളൊരു ഏണിങ് മെമ്പറായിട്ടൊക്കെ കുഞ്ഞിനെ തന്നെ നമ്മളെ തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ. ഇത് ഈ പറയുന്ന അച്ഛനമ്മേൻ്റെയും ഒരു ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളൊരു എൻ്റെ മാറ്റം ഞാൻ പറഞ്ഞത്. പക്ഷേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്കങ്ങനെ എളുപ്പത്തിൽ 1, 2 എനിക്കങ്ങനെ പിക്ക് ചെയ്ത് പറയാനൊന്നും പറ്റുന്നില്ല. പക്ഷേ വളരെ ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളെന്നാണിപ്പോൾ ഞാൻ ചിന്തിച്ച് പറയുന്നത്. ഇപ്പോൾ അതിലൊന്നാണ് ഈ പറയുന്ന പോലെ ഞാനീ പറഞ്ഞൊരു ബഹുമാനം. അത് എല്ലാ ബന്ധങ്ങൾക്കിടയിലും നമ്മൾ ശീലിച്ച് വരേണ്ട ഒരു സാധനം ശരിക്കും അച്ഛനും അമ്മയും തന്നെ നമുക്ക് പ്രാധാന്യമായിട്ട് കിട്ടി വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ പോയി, നമുക്കത് വേറെ ആർക്കും കൊടുക്കാനും പറ്റില്ല. വേറെ എവിടെന്നെങ്കിലും നമുക്കത് കിട്ടേണ്ടതുണ്ടെന്നുള്ള നമ്മൾ തിരിച്ചറിയുകയും ചെയ്യില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് കുട്ടികളെ നമ്മൾ കൊടുത്ത് തന്നെ കണ്ടീഷൻ ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള വേണ്ടാത്ത ഇൻസെക്യൂരിറ്റികളെല്ലാം പിള്ളേർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു ഓഫീസാണ് ഈ വീടെന്ന് പറയുന്നത്. അത് പരമാവധി ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു ആൾക്കാരാണ് മാതാപിതാക്കളെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ കരുതുന്നത് ഈ നാട്ടിൽ ആർട്ടിസ്റ്റുമാർ വളരെ കുറവായിരിക്കുന്നതിൻ്റെ കാര്യം ഈ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കാരണമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ടൊരു ആനേനെ അല്ലെങ്കിൽ ഒരു പൂച്ചേനെ അല്ലെങ്കിൽ ഒരു മയിലിനെ അല്ലെങ്കിൽ ഒരു കാക്കേനെ അല്ലെങ്കിൽ എന്തിനെങ്കിലും നമ്മൾ വരച്ചിട്ടൊരു കുട്ടി അച്ഛനമ്മേനെ കാണിക്കുമ്പോൾ കൊള്ളാമെന്നൊക്കെ പറയുന്നവരുണ്ടാവാം. ഇനി അഥവാ പറഞ്ഞാലും അതിന് ശേഷം അടുത്തിടയിലും ഈ ആനയുടെ ഒരു കാല് മാത്രം നീളം കുറഞ്ഞു പോയെന്നുള്ള അടുത്ത ചോദ്യം കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഇനി നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും. എനിക്ക് കിട്ടിയൊരു സാധനം ഒന്നും ആയിരുന്നില്ല. എൻ്റെ ആന എന്താണെന്നുള്ളത് കണ്ടവർ സന്തോഷിക്കുകയായിരുന്നു. അതിന് ചിലപ്പോൾ ഒരു കാലേ ഉണ്ടാവില്ല. അപ്പോൾ പക്ഷെ അതാണല്ലോ എൻ്റെ ആന. അപ്പോൾ എൻ്റെ ആന എന്ന് പറയുന്നത് അത് വേറെ തന്നെ പരിപാടിയാണ്. അത് ഞാൻ ബാക്കിയുള്ളവരുടെ എല്ലാവരും കാണുന്നൊരു ആനയെ വരച്ച് കാണിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പോൾ സിംപ്ലി ഈ ചില സമയത്തൊക്കെ അച്ഛനും അമ്മ എന്നൊക്കെ പറയുന്നത് കാഴ്ചക്കാരായിരിക്കേണ്ട ചില ഇടങ്ങളുണ്ട് കുട്ടികളുടെ വളർച്ചയുടെ. അതിനകത്ത് ഇടപെടാനേ പാടില്ലാത്ത കുറേ ഇടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവരെന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ടായി വരുമ്പോൾ ഇവരെന്ന് പറയുന്ന കുറേ ഏരിയയിൽ ഇവരെ തന്നെ കണ്ടെത്തുന്ന ഇടങ്ങളിൽ പ്രത്യേകിച്ച് വലിയ റോളുകൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടപെടാതിരിക്കൊരു വലിയ റോളായതുകൊണ്ട് വലിയ റോളുണ്ട്. അല്ലാത്ത പക്ഷേ ഇവർക്കതിനകത്ത് വേറെ റോളൊന്നുമില്ല. പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ ഇടപെട്ട് ഇവരെ ശരിയാക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നൊരു കൂട്ടം ആൾക്കാരാണ് പൊതുവേ അച്ഛനമ്മമാരൊക്കെ. അങ്ങനെ ആവരുത്. അപ്പോൾ അതങ്ങനെ. പിന്നെന്താ, നല്ല ആരോഗ്യം കൊടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല ആരോഗ്യം, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കണം. ഭയങ്കര ഫിസിക്കലായി തന്നെ വളരാൻ അവരെ പിള്ളേർ പൊതുവെ അങ്ങനെയാണ്. അച്ഛനും അമ്മമാരുമാണ് അവരെ അല്ലാണ്ടാക്കി മാറ്റുന്നത്. നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റാണ് ഈ പറയുന്ന പോലെ. എന്താ പറയുക, ഓടുക, ചാടുക, മരം കയറുക, നീന്തുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതൊക്കെ വലിയൊരു ലോങ് റണ്ണിലേക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടാമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലോണം കളിച്ചു വളർന്ന മനുഷ്യന്മാർക്ക് വലിയൊരു എന്താ പറയുക ഇതുണ്ടാവും, അപ്പർ ഹാൻഡ് ഉണ്ടാവും ശരിക്കും ലൈഫിൽ ത്രൂ ഔട്ട്. അതിനൊക്കെ പറ്റണം.
ഞാനൊരു അച്ഛനും അമ്മയായി മാറുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനൊരു തോട്ട്, ഐ മീൻ ലൈക്ക് ചില സമയത്ത് തോന്നും രസമായിരിക്കും ഒരു കുട്ടീനെ വളർത്തിയെടുക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേരൻ്റായിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. ചെറിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നും പേരൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഒരു പേരൻ്റ് ആവണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല ശരിക്കും. വളരെ കുറച്ച് പേര് മാത്രം പേരൻ്റ് ആയാൽ മതി. ഇപ്പം തന്നെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പോൾ ഇംപെർഫെക്ഷൻ ആണ് ക്രിയേഷൻ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനൊരു എൻ്റെ ആർട്ട് ശ്രദ്ധിച്ചാലും ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാനെൻ്റെ ഇംപെർഫെക്ഷൻസിൽ കൂടിയാണ് എൻ്റെ സ്റ്റൈലിനെ ഫൈൻഡ് ചെയ്യുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് വരയ്ക്കുന്ന മിസ്റ്റേക്കുകളെ തന്നെ കുറച്ച് കൂടുതലായിട്ട് വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ അത് സ്റ്റൈലായി മാറി. അല്ലെങ്കിൽ അതിനെ തന്നെ കുറേ കൂടെ ക്ലോസ് വാച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ ആണ് അത് ശരിക്കും ഇപ്പോൾ ഉള്ളൊരു രൂപത്തിലേക്കൊക്കെ വന്നത്. അപ്പോൾ വരേനെ മെരുക്കാൻ പോവാണ്ട് അതിൻ്റെ കൂടെ സഞ്ചരിച്ചാണ് ഈ ഒരു സാധനം ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ കരുതി പോരുന്നത് നമുക്ക് ലോകത്തിലേക്ക് പുതിയതായിട്ട് തെറ്റുകൾ മാത്രമേ കൊണ്ടുവരാൻ പറ്റുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ, പുതിയതായിട്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളൊരു ക്രിയേഷൻ എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് കൂടെ ആർട്ടിനെ സമീപിക്കുമ്പോൾ ഈ ശരിയായ വര എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമുക്ക്, അല്ലെങ്കിൽ ശരിയായ മ്യൂസിക്, അല്ലെങ്കിൽ നല്ലത്. ഓക്കെ, ശരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. നല്ലത്, അപ്പോൾ നല്ല വര, നല്ല മ്യൂസിക് എന്നൊക്കെ ഉള്ളത്, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. നല്ലതൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നല്ല വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ നല്ല വര എന്നുള്ളത്, വിച്ച് മീൻസ് അതിവിടെ ഉണ്ട്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ള എന്തോ ഒന്നാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതും നമ്മൾ കുറേ കൂടെ കോൺഫിഡൻ്റ് ആയിരിക്കേണ്ടതും ഒക്കെ ഈ തെറ്റ് വരുത്താനുള്ള നമ്മുടെ സാധ്യതകളിലോട് കുറേ കൂടെ കംഫർട്ടബിൾ ആയിരിക്കാൻ നമ്മളെ തന്നെ ശീലിപ്പിക്കലാണ് പുതിയതെന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു വഴി എന്നാണ് ഞാൻ കരുതി പോരുന്നത്. ഞാനിപ്പോൾ വർക്ക്ഷോപ്സൊക്കെ എടുത്ത് ചെയ്യുന്നത് തന്നെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ തെറ്റ് പറ്റുമ്പോൾ കംഫർട്ടബിളായിരിക്കാൻ പറ്റും വരയ്ക്കുമ്പോൾ. കാരണം ഇതൊരു വലിയ വാതിലാണ് ശരിക്കും. അത് കടന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ശരിയായി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായി നിൽക്കാൻ പോകണമെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും നിങ്ങൾ എവിടെയാണ് ചെന്നെത്താൻ പോകുന്നതെന്നുള്ളത്. നിങ്ങൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ടൊരു പടം എങ്ങനെയായിരിക്കും വരയ്ക്കുക, അവിടെയാണ് നിങ്ങൾ നിൽക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു പടം വരയ്ക്കുമ്പോൾ നമ്മുടെ തെറ്റുകളൊന്നും വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നല്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിന് നമ്മളുടെ തലമുറകൾക്ക് പുറകിലേക്ക് നീളുന്ന ഒരുപാട് കാരണങ്ങളിൽ നമ്മൾ വരുത്തുന്ന വളരെ ചെറിയ കുഞ്ഞു മിസ്റ്റേക്സ് പോലെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ആ കാലഘട്ടത്തിലെ ബന്ധങ്ങൾ അതിനെ സ്വാധീനിക്കും, ഇമോഷൻസ് അതിനെ സ്വാധീനിക്കും. ഒരുപാട് കാരണമാണ് നമ്മളൊരു നേരെ ഒരു വര വരയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ ഒന്നൊരു ഇടറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരെ വര വരയ്ക്കണം എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനമാണ്. പക്ഷേ ഈ ഇടറിപ്പോകുന്നത് നമ്മുടെ തീരുമാനത്തിന് പുറത്തുണ്ടാകുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മൾ വെളിപ്പെടുന്ന ഇടങ്ങളാണ് നമുക്കെപ്പോഴും തെറ്റ്. അപ്പോൾ ആർട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ തെറ്റ് വരുത്താൻ റെഡിയായിരിക്കണം എപ്പോഴും. തെറ്റ് വരുമ്പോൾ അതിനെ കാണാൻ പഠിക്കണം, തെറ്റായിട്ടല്ലാണ്ട്. ഇപ്പോൾ ലൈക്ക് അതൊരു വലിയ സാധ്യതയായിട്ട് കാണുവാണെങ്കിൽ രസമാണ്, കിടിലമാണ്. സോ ഇംപെർഫെക്ഷൻസിനെയാണ് ഞാൻ ആർട്ടായിട്ട് തന്നെ ശരിക്കും കാണുന്നത്. പിന്നെ അത് അക്സെപ്റ്റഡ് ആയി കഴിയുമ്പോഴേക്കും പിന്നെ അതായി ശരി. അതായത് എനിക്കെപ്പോഴും എന്താ പറയുക, എൻ്റെ ഒന്നാമത് എപ്പോഴും ബേസിക്കായിട്ടുള്ളൊരു ഇത് കിടക്കുന്നത് എൻ്റെ ചുറ്റുമുള്ളതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് എനിക്കെപ്പോഴും ഉള്ളത്. ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഇത് വരച്ച് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അച്ഛന് ഭയങ്കര കഥകളി പ്രാന്തായിരുന്നു. അച്ഛൻ കഥകളി കാണാൻ എന്നെ എടുത്തുകൊണ്ട് പോകും.
അമ്മ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ ആയപ്പോൾ മുതൽ അച്ഛൻ എന്നെ കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ രാത്രി മുഴുവൻ നിന്ന് കഥകളിയൊക്കെ കണ്ട് രാവിലെ വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും രാത്രി കളറും ഈ രൂപവും വലിപ്പവും മറ്റേ ഈ നിണമൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നക്രതുണ്ടിയുടെ ഇതെല്ലാം മൂക്കും ഇതെല്ലാം മറ്റേ രക്തത്തിലൊക്കെ കുളിച്ച് വരുന്ന പോലത്തെ മറ്റേ തെള്ളിപ്പൊടിയൊക്കെ എറിഞ്ഞിട്ടുള്ള പോലത്തെ വിഷ്വലൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും ഇതൊക്കെ പരമാവധി വരച്ച് വെക്കാനാണ് ഞാൻ കുഞ്ഞിൽ. എൻ്റെ ആദ്യത്തെ എക്സിബിഷനൊക്കെ നോക്കിയാൽ മതി, ഫുള്ള് കഥകളിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലും കളർ പാലറ്റൊക്കെ രൂപപ്പെട്ടത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുന്നതിനൊക്കെ റെക്കോർഡ് ചെയ്തിട്ടാണ്, ഐ മീൻ അതിനെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വരച്ചാണ് എൻ്റെ വര ഡെവലപ്പായിട്ടുള്ളത്. പിന്നെ എനിക്ക് ഞാനൊട്ടും സീരിയസ് ആവാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയാണ് ശരിക്കും ഈ സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത്. അത് എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എനിക്ക് ആർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ആർട്ടിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചുകൂടി വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ വിചാരിച്ച് അന്ന് മുതൽ ഈ ഫ്ലോ കട്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് ഇതൊരു എഫേർട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇടേണ്ടി വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അതിന് മുമ്പ് ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചുറ്റുപാടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഈ സ്കെച്ച് ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്നും വരയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇതെന്നെ നല്ലോണം സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള പാട്ടുകൾ കേട്ടിരുന്ന് ഞാൻ വരയ്ക്കും. ചില ദിവസങ്ങൾ റാപ്പിട്ട് സ്കെച്ച് എന്ന് വെച്ചാൽ ലൈക്ക് ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാട്ടോ, ചുമ്മാ സ്ക്രിബിളൊക്കെ ചെയ്യുക. അപ്പോൾ ഓരോ പാട്ടുകൾ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ കുത്തിവരയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. നമുക്ക് സങ്കടമുള്ളപ്പോൾ ഉള്ള സ്ക്രിബിളുകൾക്ക് വ്യത്യാസമുണ്ട്, സന്തോഷമുള്ളപ്പോഴുള്ള സ്ക്രിബിളുകൾക്ക് വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വെറുതെ ഒരു ബുക്ക് എടുത്തിട്ട് ഇതിനകത്ത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു ദിവസത്തെ മൊത്തം എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കുത്തി വരയ്ക്കാം. ഞാൻ എന്തെങ്കിലും വരയ്ക്കുന്ന കാര്യമല്ല പറയുന്നത്, വെറുതെ കുത്തി വരയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ കുത്തി വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈ സ്കെച്ച്, ഐ മീൻ നമ്മുടെ ലൈനുകളൊന്നും ചുമ്മാ ഉണ്ടാകുന്നതല്ലെന്ന് നമുക്ക് മനസ്സിലാവാൻ ഒരു മാസം നമ്മൾ ചെയ്താൽ മാത്രം മതി, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥയിലും വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സബ്ജക്റ്റിനെ തിരയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ എപ്പോഴും എന്നെ വരയ്ക്കാനിരുത്താറാണ് പതിവ്, എങ്ങനെയൊക്കെയും. പിന്നെ അത് അവിടെ നിന്ന് അങ്ങ് നടന്നോളും. ചില പടമൊക്കെ ഒരു പേരിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. ചിലതിനൊക്കെയാണ് നമ്മൾ ഒരു എന്താ പറയുക, പടം വരച്ചതിന് ശേഷം പേര് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരുന്ന ലൈക്ക് അടുത്തൊരു ഷോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് കാലമായിട്ടൊരു സീരിയസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിക്ക പടങ്ങളും കവിതകളിൽ നിന്നും എൻ്റെ ചില സുഹൃത്തുക്കൾ എഴുതിയിട്ടുള്ള ചില ഇതിൽ നിന്നും, പിന്നെ അല്ലാതെ വളരെ ഫേമസ് ആയിട്ടുള്ള ചിലപ്പോൾ എഴുത്തുകാരിൽ നിന്നൊക്കെ ഇങ്ങനെ ചില വരികൾ എന്നെ സ്ട്രൈക്ക് ചെയ്തതെന്നൊക്കെ ഉണ്ടായി വന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വിഷ്വലിൽ നിന്നൊക്കെയാണ് ഞാൻ വർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ. ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പണ്ടൊരിക്കലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലോ ഭാഷാഭൂഷണിയിലോ ഏതിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതൊരു ആഴ്ചപ്പതിപ്പിൽ ഞാൻ കണ്ടതാണ്. പവിത്രം തേക്കുനിയുടെ ഒരു കവിതയിലൊരു വരിയാണ് നബീസയുടെ വീട് എന്ന് പറഞ്ഞിട്ട് ഒരു കവിത. അപ്പോൾ ആ കവിതയിൽ നബീസയുടെ വീട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പടം വരച്ചത്. അപ്പോൾ 3 കുട്ടികൾ അതിലേറെ പൂച്ചക്കുട്ടികൾ എന്ന് പറഞ്ഞിട്ടൊരു വരിയിനകത്തുണ്ട്. അതായത് പുള്ളിക്കാരുടെ ഒരു വീടിൻ്റെ ദാരിദ്ര്യവും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയും ഒക്കെ കൂടി വെച്ചിട്ടാണ് ഈ ഒരു കവിത മുന്നോട്ട് പോകുന്നതെങ്കിലും ഈ വീടിൻ്റെ വിഷ്വൽ ചുമ്മാ സീനായിരുന്നു ഈ ഒരൊറ്റ വരിയിൽ. അതായത് 4 കുട്ടികളോ 3 കുട്ടികളോ 4 കുട്ടികളോ അതിലേറെ പൂച്ചക്കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഈ 4 കുട്ടികളും അതിലേറെ പൂച്ചക്കുട്ടികളും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വീടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരമ്മ ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. ഈ 4 കുട്ടികളും പൂച്ചകളും ഒക്കെ കൂടെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് മിക്സായി കിടക്കുന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അടുക്കിയിരുന്നിട്ട് എന്താ പറയുക, ഒരു അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും
പണ്ട് വരച്ച് പകുതിയാക്കി വെച്ചിട്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ലാത്തൊരു പടത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നൊരമ്മ. അമ്മയുടെ മുഖം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വരയ്ക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും അന്ന് ഇങ്ങനെ എൻ്റെ വരയുടെ സ്വഭാവം അറിയാലോ, ഇങ്ങനെ തേച്ച് വരച്ച് വെച്ചേക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ എനിക്ക് മുഖം കാണുമ്പോൾ ഈ അമ്മയുടെ മുഖം ശരിക്കും ഒരു പൂച്ചയുടെ പോലെ ആയിരിക്കും തോന്നുന്നത്. ഓക്കെ, കൊള്ളാം, രസമുണ്ട്. അപ്പോൾ അമ്മയുടെ മുഖം ഞാൻ ഒരു പൂച്ചയുടെ എന്നുവെച്ചാൽ ശരിക്കും ഈ പടം എന്തെങ്കിലും ആൾക്കാരോട് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു പ്രോസസ്സാണ്. ഈ പേരും ഈ പടം ഇങ്ങനെ ഇവോൾവായി വരുന്നു. അപ്പോൾ എനിക്ക് രസം തോന്നുന്ന രീതിയിലേക്ക് പടത്തിനെ ഞാൻ മാറ്റുന്നുണ്ട്. എന്നാൽ അൾട്ടിമേറ്റ്ലി ഇതിനെക്കുറിച്ച് ഒരു അരമണിക്കൂർ നേരം നിന്ന് തള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കഥ വേണം ഞാനങ്ങ് തള്ളി കയറ്റും. പക്ഷേ അതിനേക്കാളും രസമുള്ളൊരു പരിപാടിനകത്തുണ്ട്, മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് നമ്മളൊരു പടം വരച്ച് കഴിയുന്നതോടുകൂടി ആ പടത്തിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് മൊത്തം കഴിഞ്ഞു, എന്നിട്ട് അവസാനം എല്ലാം തീർന്നൊരു സാധനമാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഏറ്റവും രസമുള്ളൊരു പാർട്ട് അതിൻ്റെ കഴിഞ്ഞു പോയിരിക്കണം. പിന്നെ ചില പടങ്ങളൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ആലോചിച്ച് കാണുമ്പോൾ ഹായ് എന്തെങ്കിലും ഒരു പേരങ്ങ് കൊടുക്കുക. ചിലത് പേരിന് പടം ഉണ്ടാവും, അതിനങ്ങനെ ഇന്ന രീതിയൊന്നൊന്നുമില്ല. അപ്പോൾ ഒരു പഴയ കാലഘട്ടം നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാതെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്തിക്കൂലേ എന്ന് പറയുന്നതല്ല, ചില കാര്യം വരയ്ക്കും നമ്മൾ വിചാരിക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു കളർ പാലറ്റ് ചുമ്മാ തോന്നും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ കോൺഷ്യസ് ആയിട്ടുള്ളൊരു പരിപാടിയൊന്നുമില്ല. പിന്നെ കളർ പാലറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ മിക്കപ്പോഴും എനിക്ക് ഒരു പാലറ്റ് ചുമ്മാ സത്യത്തിൽ ഒരു രണ്ട് രീതിയിൽ സംഭവിക്കാം ശരിക്കും. പിന്നെ ഇതൊരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ എടുക്കുന്നൊരു തീരുമാനമൊന്നും ആയിരിക്കില്ല. ചില സമയത്ത് ഇതൊന്നും ആയിരിക്കില്ല, നമ്മുടെ കയ്യിൽ ആകെ 2 ഷെയ്ഡ് ഉണ്ടാവുള്ളൂ തീരാത്തതായിട്ട് ബാക്കി. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ വരയ്ക്കണമല്ലോ. അപ്പോൾ ആ സബ്ജക്റ്റിന് ഈ 2 കളർ വെച്ച് തന്നെ നമ്മളത് വരയ്ക്കും. അപ്പോൾ എന്താ പറയുക, ഒരു ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു കളറുകളുടെ ഒരു സെലക്ഷനായിട്ട് വരും. അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറയണത്. അല്ലാതെ അങ്ങനെ ഉണ്ടായിട്ടുള്ളതിനെ നോക്കി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഈ കളറുകൾ തന്നെ തിരഞ്ഞെടുത്ത് ഞാൻ സത്യം പറയണോ വേണ്ട അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ എനിക്ക് നീല ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ നീലയും ചുമപ്പും കൂടെ ചേരുന്നതും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഇഷ്ടങ്ങൾ പല കാലഘട്ടത്തിലും മാറി മാറി വന്നിട്ടുള്ള ഇഷ്ടമാണ്. ഒരു സമയത്ത് എനിക്ക് പർപ്പിൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോൾ പർപ്പിൾ എനിക്ക് കണ്ടുകൂടാ. അപ്പോൾ മഞ്ഞ ഇതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ. എന്നാൽ ഒരു കാലഘട്ടത്തിലും മഞ്ഞ എനിക്കങ്ങനെ ഒരു മെയിൻ കളറൊന്നും വരുന്നില്ല. പിന്നീട് ഡിജിറ്റൽ വരയ്ക്കാൻ തുടങ്ങിയ സമയത്ത് ഈ മഞ്ഞ ഭയങ്കരമായിട്ട് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നുവെച്ചാൽ പിന്നെ ഞാനൊരു ആക്രിലിക്കിൽ കൂടുതൽ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ആക്രിലിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ഡ്രൈയിങ് ആണ്. പിന്നെ ഒരു പെന്ന് മുളുക്കണം മറ്റൊരു പെയിൻറ്റ് വെച്ച് നമുക്ക് വരയ്ക്കാനൊക്കെ എളുപ്പമാണ്. വാട്ടർ കളർ ആയിരുന്നെങ്കിൽ ഈ പാലറ്റൊക്കെ വേറെ ആയിരുന്നേനെ, ഓരോ മീഡിയം. ഇപ്പോൾ ഡിജിറ്റലായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മഞ്ഞ വെച്ച് കൂടുതൽ വരയ്ക്കാൻ തുടങ്ങിയെന്ന് പറയുന്നില്ലേ. ഇതൊക്കെ ഒരു ജേണിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോന്നിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയത് പരീക്ഷിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അതിനില്ല ശരിക്കും. അതുകൊണ്ട് ഇത്ര നേരം ഞാൻ ഇങ്ങനെ സിനിമ എനിക്കങ്ങനെ തിരഞ്ഞെടുക്കാനും മാത്രം സിനിമകളൊന്നും എൻ്റെ കയ്യിൽ എന്ന് വെച്ചാൽ നമ്മളൊരു 2 സിനിമയെങ്കിലും ഒരു സമയം നമ്മുടെ കയ്യിൽ വന്ന് നിൽക്കുമ്പോഴാണല്ലോ നമുക്കൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നുള്ളൂ. നോട്ട് ദ പോയിന്റ്. അല്ല, അങ്ങനെ വന്നിട്ടുള്ള സമയമുണ്ട് 2 സിനിമ കേട്ടോ, അതിൽ കൂടുതലൊന്നും അങ്ങനെ ഒരിക്കലും വന്നിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത് ഇഷ്ടംപോലെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ മിക്കപ്പോഴും മണ്ടത്തരമായിട്ടുള്ളൂ. ഞാൻ കിട്ടിയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ വളരെ കുഞ്ഞായിരുന്ന സമയത്താണ് സിനിമയിൽ വരുന്ന അറിയാമല്ലോ. 11 വയസ്സിലാണ് ആദ്യത്തെ പടം ചെയ്യുന്നത്, 2011. ഞാൻ എത്ര വർഷമായി ഉണ്ടാവും, 14 വർഷമായി. 2011 ആദ്യത്തെ പടം ചെയ്യുന്നത്. 11 തോന്നുന്നു ഷൂട്ട് തുടങ്ങിയത്, 12 സെൻസർ ചെയ്യുന്നത് തോന്നുന്നു.
അപ്പോൾ 101 ചോദ്യങ്ങൾ എന്ന് പറയുന്നൊരു പടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഇവിടുന്നായിട്ട് മറ്റേ നാഷണൽ അവാർഡ് അപ്പോഴേക്കും പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര അറ്റൻഷനായിരുന്നു നമ്മുടെ മുന്നിലേക്ക്. ആ സമയത്ത് കുറേ പടങ്ങൾ വന്നിട്ടുണ്ട്. എന്നെപ്പോഴും മുന്നറിയിപ്പ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്യുന്ന ആ സമയത്താണ്. അപ്പോൾ അതൊക്കെ അപ്പോഴൊന്നും ഈ സിനിമ എന്ന് പറയുന്നതിന് ഒരു കരിയറായിട്ടൊന്നും നമ്മൾ കണ്ട് ശീലിക്കുന്ന, സത്യം പറയുമല്ലോ, ഇപ്പോൾ 11 വയസ്സുള്ള 12 വയസ്സുള്ള ചൈൽഡ് ആർട്ടിസ്റ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. കാരണം അവർ ഇപ്പോഴേ എത്ര സീരിയസ് ആണ് അവരുടെ കരിയറിനെ കുറിച്ച് നോക്കുമ്പോൾ, മൈ ഗോഡ് ഞാനൊക്കെ അതിങ്ങനെയായിരുന്നു. പക്ഷെ ആ സാധനമൊന്നും അത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ സംസാരിക്കുന്നത് ചുമ്മാ ഭയങ്കര ബുദ്ധിജീവിയായിട്ടൊക്കെയാണ്. പക്ഷെ അത് ആ സൈഡിലുണ്ട്. പക്ഷെ എൻ്റെ അപ്പുറത്തെ സൈഡ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വേറെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അത്രയും എന്താ പറയുക, പിള്ളേരുടെ കൂടെ കളിച്ച് അങ്ങനെ തെന്നി നടക്കാൻ ഇഷ്ടപ്പെടുന്ന പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയൊന്നും നമ്മുടെ തലമണ്ടയിൽ എപ്പോഴും കയറിയിട്ടില്ല. സിനിമ അങ്ങനെ അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു കാലഘട്ടം വരെ അങ്ങനെ തിരഞ്ഞെടുപ്പൊന്നുണ്ട്. പിന്നെ സിനിമയൊക്കെ തിരഞ്ഞെടുക്കണം, നല്ല സിനിമകൾ നോക്കി തിരഞ്ഞെടുക്കണം എന്നൊക്കെ ചിന്തിക്കാൻ ഉള്ളൊരു സമയം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കാനും മാത്രം സിനിമകളൊന്നും ഇല്ല ചുറ്റിനും. അപ്പോഴേക്കും നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലൊരു ജീവിതം ഉണ്ടല്ലോ, വരയും. അപ്പം ഇങ്ങനെ ഒന്നാമത് നമ്മളിങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇൻകം കിട്ടുന്നൊരു പണി ഒന്നും എടുക്കാത്തതും ഒരു പണിയും ചെയ്യാത്തത് കൊണ്ട് നമുക്കിങ്ങനെ പൈസ പ്രശ്നം എല്ലാ കാലഘട്ടത്തിലുണ്ട്. അതിപ്പോൾ ഞാനും അച്ഛനും അമ്മയും മിൻറ്റും ഒക്കെ കണക്കാണ്. ഞങ്ങൾ 4 പേരും ഈ വിഷയത്തിൽ ഭയങ്കര കണക്കായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് 4 പേരും ഒരേപോലെയാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാടക അടയ്ക്കണമെങ്കിൽ പൈസ വേണം. പൈസ കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി നമുക്ക് അപ്പം മുന്നിലുള്ള സിനിമ എടുക്കുക എന്നുള്ളതാണ്. സിനിമ എടുക്കുന്നു. പിന്നീട് ആ ഒരു പീരീഡിൽ എപ്പോഴും ആണ് സിനിമേനെ കൂടെ ഭീകരമായിട്ട് ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മുതൽ സിനിമയിലും ഭയങ്കരമായിട്ട് സീരിയസ് ആയി തുടങ്ങി. പിന്നെ എന്തൊക്കെ സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ സിനിമ തിരഞ്ഞെടുക്കുന്നതെങ്കിലും സിനിമ എന്ന് പറയുന്നൊരു അൾട്ടിമേറ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എല്ലാ സിനിമയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിലും ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മളോരോ ബെനിഫിറ്റുകൾ കാണാൻ തുടങ്ങി. ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്തു എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ ഇന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്നുള്ളതായിരിക്കും. അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ ഇതിനകത്ത് ഓരോ സിനിമയും നമുക്ക് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ആ സിനിമയെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനകത്തൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണങ്ങൾ കണ്ടെത്താനൊക്കെ തുടങ്ങിയപ്പോൾ മുതൽ സിനിമ ചുമ്മാ നൈസ് പരിപാടിയായി തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര രസമുള്ളൊരു പോയിന്റിലാണ് നിൽക്കുന്നത് സിനിമ ചെയ്യുന്നതിൽ കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ അവസാനം ചെയ്ത 2 പടം, രണ്ടാമത്തെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക ചത്താപ്പച്ച എന്ന് പറയുന്ന പടം. ഞാൻ ഇത്രയും ഇൻവോൾവ് ആയിട്ട് എന്താ പറയുക ആഘോഷിച്ച് സന്തോഷിച്ചൊന്നും ഒരു പടം അങ്ങനെ ലൈക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ കൂടെ ഒന്നും ഇതിന് മുമ്പ് പോയിട്ടേ ഇല്ല. കാരണം അത്രയും സ്വന്തം സിനിമ എന്നുള്ളൊരു ഫീലിലൊക്കെ ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പടത്തിൽ വർക്ക് ചെയ്യുന്നവരോട് എല്ലാവരോടും ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയാണ്. ഭയങ്കര ഒരു ഫാമിലി ഫീലൊക്കെ സിനിമയ്ക്കകത്ത് ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ ഞാനീ പറഞ്ഞ ജേണിയിൽ ഭയങ്കര രസമുള്ള പോയിന്റുകളായിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്ര ഈ പറയുന്നത് തന്നെ കേട്ടോ, നമുക്ക് ഈ എന്നെക്കാളും നല്ല യാത്രക്കാരിയാണ് മിൻറ്റു, അനിയത്തി നൈസ. അവൾ ചെയ്യുന്ന മൊത്തം യാത്രയൊന്നുമല്ല എൻ്റെ അത്. അവൾ കുറേ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അവൾ യാത്ര ചെയ്ത് തന്നെ അതിൻ്റെ യാത്രയുടെ ബെനിഫിറ്റായിട്ട് കരുതുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ യാത്ര മിക്കപ്പോഴും എന്തെങ്കിലും ഒരു പോയിന്റിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്ന യാത്രകളായിരിക്കും. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാം. എന്നാലും ഈ പോക്കും വരവുമാണ് യാത്രയിലെ ഏറ്റവും രസമുള്ള പാട്ടെന്നുള്ളത് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതിനകത്ത് ഈ ചെല്ലുന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക. പക്ഷേ ഈ പോക്കും വരവുമാണ് ശരിക്കും ഈ ചെല്ലുന്ന പോയിൻറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പയ്യെ ഞാനും എടുത്തിട്ടുണ്ട്. നമുക്കത് കിട്ടിയിട്ടുണ്ട്. കണ്ടവാനും സ്വാധീനിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് കുറേ കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാത്തിൻ്റെയും, ആൾക്കാരെയും മനുഷ്യരെയും എന്താ പറയുക എല്ലാത്തരം എക്സ്പീരിയൻസസിനോടൊക്കെ നമുക്കൊരു തുറവുണ്ടെങ്കിൽ
നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെല്ലാൻ നമ്മൾ തയ്യാറാവുള്ളൂ. സോ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ യാത്ര നമ്മളെ സ്വാധീനിച്ച് തുടങ്ങുന്നുണ്ട്. അതായത് നമ്മൾ ഇതിനൊന്നും വേണ്ടി തയ്യാറാവുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു കുറേ സാധനങ്ങൾ നമ്മൾ എടുത്തു മാറ്റും. ചില പേടികളും സാധനങ്ങളൊക്കെ അവിടെ മുതൽ യാത്ര നിങ്ങളെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഈവൻ നിങ്ങൾ യാത്ര തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ മനുഷ്യർ ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ഞാൻ കരുതുന്നത്, നമുക്ക് കുറേ ധാരണകളുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ ശരി തെറ്റ്, നമുക്ക് കുറേ ഉറച്ചു പോയ കുറേ ബോധ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പൊളിക്കണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചെന്ന് നിന്നാൽ ഭയങ്കര എളുപ്പമാണ്. അത് വേറൊന്നിനും നമ്മൾക്ക് എന്ന് വെച്ചാൽ നമുക്ക് എത്ര പുസ്തകം വായിച്ചാലും ഇത് എളുപ്പമാവില്ല. പുസ്തകങ്ങളൊക്കെ നമ്മൾ സ്വാധീനിക്കില്ല എന്നൊന്നും ഞാൻ പറയണമെന്നില്ല. പക്ഷേ വേറെ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേക്കും വേറെ എവിടെയെങ്കിലുമൊക്കെ ലൈക്ക് നമ്മൾ ഈ ജസ്റ്റ് അതിന് ഒരുപാട് ദൂരമൊന്നും ചിലപ്പോൾ പോകേണ്ടി പോലും വരില്ല. നമ്മളുടെ നേരെ എഗെയിൻസ്റ്റായിട്ട് ഇതേപോലെ ഉറച്ച് വിശ്വസിക്കുന്ന വേറൊരു മനുഷ്യനെ കണ്ടാൽ മതി, തീർന്നു. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നതാണ് സംഭവം എന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ഞാൻ തന്നെ നിൽക്കണം. പക്ഷെ ഇപ്പം വിശ്വസിക്കുന്ന മാത്രം വേറൊരു സാധനം, തീർന്ന്. നമുക്ക് അവിടുന്ന് തന്നെ ഒരു അടി കിട്ടും തലമുണ്ടേക്ക്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനം കിട്ടണമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമായിട്ട് നമ്മൾ ഭയങ്കര കണ്ടീഷൻഡ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്കിതറിയാം. പക്ഷേ ഇതങ്ങനെയല്ല, അത്രേ ഉള്ളൂ. ഞാനങ്ങനെ വളരെ എന്താ പറയുക, ഞാൻ ഭയങ്കര പാഷനേറ്റായിട്ട് ട്രക്കിംഗ് ഒന്നും അങ്ങനെ സ്വപ്നം കണ്ട് ചെയ്യാൻ തുടങ്ങിയ ഒരാളൊന്നുമല്ല. ഇപ്പോഴും എനിക്ക് ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന്, ട്രക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ്റെ മുന്നിൽ പറയാൻ പോലും ഭയങ്കര നാണം തോന്നുന്ന ഒരാളാണ് ശരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കൂടെ ട്രക്ക് ചെയ്യാനുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ കിടിലിന് ആൾക്കാരാണ്. കിടിലെന്ന് പറഞ്ഞാൽ കിടികിടിലിന് ആൾക്കാരാണ്. അതെന്ന് വെച്ചാൽ ചെല്ലുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ ചെറിയ ഇടവഴികളെക്കുറിച്ച് പോലും സ്വപ്നം കണ്ട് അവരുടെ മനസ്സിൽ പിക്ചറുണ്ട്. ഈ മഞ്ഞുമലയുടെ മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു വഴി തിരിയുന്നു നോക്കിയിട്ട് പറയുകയാണ്, ഈ വഴി അങ്ങോട്ട് പോയാലാണ് 3 പാസ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുകയാണ്. ഓക്കെ, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്ര ദൂരം പോയി കഴിഞ്ഞാൽ ഗോഖ്യോ ലേക്ക് എന്നൊക്കെ പറയണം. ഓക്കെ, എനിക്കിതൊന്നും അറിയില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഇവർ കുറേ കാലം കൊണ്ട് സ്വപ്നം കണ്ട് ഈ വഴികളിലൊക്കെ ജീവിച്ച മനുഷ്യരൊക്കെയാണ് നമ്മുടെ കൂടെയുള്ള. എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് അവരുമായിട്ടൊന്നും എന്നെ സ്വയം കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ കരുതുന്നത് അവരാണ് ശരിക്കും ട്രക്ക് ചെയ്യുന്ന ആളെന്ന് കരുതുന്നതുകൊണ്ട് എനിക്ക് എന്നെ അങ്ങനെ ഇപ്പോഴും വിലയിരുത്താൻ പറ്റാത്ത കേട്ടോ. എനിക്ക് ഞാനീ പറയുന്ന പോലെ പുതിയ എക്സ്പീരിയൻസുകളോട് ഭയങ്കര ആക്രാന്തമുള്ളതിൻ്റെ പുറത്താണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു കൂടിയിട്ടുള്ളത്. വളരെ അടുത്തൊരു ഫ്രണ്ട്, പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ഒരു 60 വയസ്സ് ഓൾമോസ്റ്റ് ആകുമ്പോഴാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിന് അതിൻ്റെ പുള്ളിക്കാരൻ ആഗ്രഹിച്ച രീതിയിൽ അനുഭവിക്കാൻ തീരുമാനിക്കുന്നതിലേക്ക് അതിന് മുമ്പേ തന്നെ പുള്ളി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു യാത്ര ചെയ്യാനുള്ള ഡിസിഷനിലേക്കൊക്കെ വരുന്നത് പുള്ളിക്കാരൻ്റെ ലൈഫ് സ്റ്റോറി ചുമ്മാ സീനാണ്, കിടിലുമാണ്. സോമൻ എന്നാണ് പേര്, സോമനേങ്കൾ. പുള്ളിക്കാരൻ എൻ്റെ ഏറ്റവും അടുത്തൊരു ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങളങ്ങനെ കണ്ടിന്യൂസ് എല്ലാ ദിവസമൊന്നും വിളിക്കുകയൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും വിളിക്കുക. ചിലപ്പോൾ ഒരു 3 മാസത്തെ 4 മാസത്തെ 6 മാസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ട് ചിലപ്പോൾ ഒരു കോളിനിടയിലൊക്കെ. എന്നിരുന്നാലും ഭയങ്കര രസമുള്ളൊരു റിലേഷൻഷിപ്പാണ് ഞങ്ങളെ. പുള്ളിക്കാരൻ കണ്ടുപിടിച്ചത് തന്നെ. ഓക്കെ, നമുക്ക് വേണ്ട സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ചുമ്മാ ഒന്നും വന്ന് കിട്ടൂല. അങ്ങനെ കിട്ടിയാൽ ഭാഗ്യം കേട്ടോ. അത് എന്ന് വെച്ചാൽ അങ്ങനെ കിട്ടുന്നത് ഭയങ്കര ഗ്രാൻഡായിട്ട് എടുക്കുന്ന ആൾക്കാരെ എപ്പോഴും ഉള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട്. സത്യത്തിൽ ഇത് തേടി പിടിക്കേണ്ടതാണെന്ന് മനസ്സിലാവുമ്പോഴാണ് ഈ കിട്ടുന്നത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് നമ്മൾ തിരിച്ചറിയുള്ളൂ. അപ്പോൾ ഈ മച്ചാൻ എന്നെ ഇതുപോലെ തേടി പിടിച്ചതാണ്. എനിക്ക് ആ സമയത്ത് എനിക്ക് 15-16 വയസ്സ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ദിവസം വീട്ടിലേക്ക് വന്നതാണ്. കൊച്ചിയിൽ തന്നെ കുറേ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ആയിട്ട് ജോലി പണി അങ്ങനെ ഗൾഫിലൊക്കെ പോയി അങ്ങനെ ജോലി എടുത്ത് നോക്കുമ്പോൾ ഒറ്റയടിക്ക് കുറേ വർഷങ്ങൾ പോയേ. എല്ലാം സെറ്റാക്കി, ഫാമിലിയും മക്കളും എല്ലാവരെയും സെറ്റാക്കി, എല്ലാവരും അടിപൊളിയാക്കി കഴിഞ്ഞിട്ട് ഇനി എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചൊരു മനുഷ്യൻ, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും 10-60 വയസ്സ്. പക്ഷേ പുള്ളിക്കാരന് ഇഷ്ടം ഈ മലയേറ്റം അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്.
അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ കണ്ടുപിടിച്ചതാണ് എന്നെ. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഈ പ്രായത്തിൻ്റെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. വ്യത്യാസമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ശരിക്കും എൻ്റെ പ്രായത്തിൽ എവിടെയോ ആണുള്ളത്. അതുകൊണ്ട് പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് രാവിലെയൊക്കെ എഴുന്നേറ്റ് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഈ പ്രായത്തിൽ കിളിമഞ്ചാരോ ചെയ്തിട്ടുണ്ട്, അന്നപൂർണ്ണ, പിന്നെ ഇത് ഇങ്ങനെ കുറേ ട്രക്കുകൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. 3 പാസ് ട്രക്കും പുള്ളിക്കാരൻ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കിനി അടുത്തായിട്ട് അറിയില്ല ഏതാണൊക്കെ വരും അടുത്തത്. ട്രക്കിങ്ങൊക്കെ ഈ പറയുന്ന പോലെയാണ്. ഞാൻ പറയും പുള്ളി ഒരിടം തുടങ്ങുന്നു, വരുന്നു എന്ന് ചോദിക്കുന്നു, അങ്ങനെയാണ് ഞാൻ പോയത്. പിന്നീട് സിനിമ പോലെ തന്നെ ഞാൻ പലതും ഈ പറയുന്ന പോലെ ഒരു സ്ഥലത്ത് സ്റ്റെപ്പിൻ ചെയ്തതിന് ശേഷമാണ് പലതും പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ട്രക്കും അതെ, അന്നപൂർണ്ണയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ അതുമായിട്ട് നമ്മളൊന്ന് അഡോപ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലോണം പഠിക്കാൻ തുടങ്ങിയിരിക്കണം. ഇനി അടുത്ത് ഇപ്പോൾ ട്രക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, കൂടിക്കൂടി വരിക. പിന്നെ കുറേ നിയർ ഡെത്ത് പരിപാടിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ്. നിയർ ഡെത്ത് ആയിരുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ തൊറാങ്ല പാസ് നമ്മൾ ക്രോസ് ചെയ്യുന്ന അതിരാവിലെ 2 മണി 3 മണി സമയത്ത് എഴുന്നേറ്റാ. അന്ന് മൈനസ് എത്ര 20 സംതിങ് എന്തോ ആണ്, 22 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നടന്നു കഴിയുമ്പോഴേക്കും ഒന്നാമത് നമുക്ക് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആകുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബോഡിയിലുണ്ട്. പിന്നെ ഓക്സിജനും ഇവിടുത്തേനേക്കാളും കുറവായിക്കൊണ്ടിരിക്കും നമ്മൾ ഈ കയറ്റം കയറുന്നതനുസരിച്ച്. ഇത് എല്ലാം കൂടെ അങ്ങോട്ട് പീക്കായി കഴിയുമ്പോഴേക്കും ഒന്നാമത് നമ്മൾ ഭയങ്കര ഇങ്ങനെ 1 ഇഞ്ച് വെച്ചിട്ടുള്ള അങ്ങനത്തെ നടപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ല. അതിനുള്ള ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ നടക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഈ വേണ്ടത്ര നമ്മൾ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ കുറവുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവും. പെട്ടെന്ന് നമ്മൾ ഇതായിപ്പോവും. നമ്മളിങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ അണച്ചണച്ചാണ് നടന്നുകൊണ്ടിരിക്കണേ. നമുക്കിങ്ങനെ ഒരു വല്ലാത്ത തരം ഒച്ചകളൊക്കെ ഇങ്ങനെ കേൾക്കുന്ന പോലെയൊക്കെ തോന്നും. ഒന്നിങ്ങനെ കണ്ണ് ചിമ്മുമ്പോഴേക്കും ഭയങ്കര സുഖമൊക്കെ തോന്നും പെട്ടെന്ന്. എന്നുവെച്ചാൽ കണ്ണ് തുറന്ന് നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഹം മൊത്തം ഒരു വല്ലാത്ത പെയിനൊക്കെ തോന്നാൻ തുടങ്ങിയിരിക്കുക. ഒന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സുഖം, കണ്ണ് ചിമ്മുമ്പോൾ ആ ചിമ്മുന്ന ഗ്യാപ്പിനുള്ളിൽ നമ്മൾ വല്ലാത്തൊരു സുഖം ഫീൽ ചെയ്യുകയാണ്. എന്നുവെച്ചാൽ കണ്ണടച്ചിരിക്കുമ്പോഴേക്കും കണ്ണ് പിന്നെ തുറക്കണ്ടെന്നാണ് തോന്നുന്നത്, മനസ്സിലായില്ല, അവിടെ അങ്ങ് ഇരിക്കാൻ തോന്നുക. പിന്നെ നമുക്ക് തണുപ്പൊന്നും തോന്നുന്നില്ല. ഈ മൈനസ് 23-24 കഴിഞ്ഞപ്പോഴേക്കും തണുപ്പിൻ്റെ ഈ സാധനമൊക്കെ സെൻസ് ചെയ്യാനുള്ള സാധനം അടിച്ചു പോയെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അത്രയും വേദനയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പോവുക. അപ്പോൾ പക്ഷേ നമ്മുടെ ഷെയർപ്പോട് പറഞ്ഞിട്ടുള്ളത് കീപ് വാക്കിംഗ് എന്നാണ്. അപ്പോൾ നിർത്തരുത്, പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം അവിടെ അങ്ങനെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അങ്ങനെ കണ്ണു തുറന്ന് ആളങ്ങനെ ഇങ്ങനെ നോക്കോളും. ഇതൊക്കെ നമുക്ക് വേറെ തരത്തിലുള്ളൊരു തുറവും കൂടെ തരും കേട്ടോ. തിരിച്ച് ഇറങ്ങി വരുമ്പോഴേക്കും കുറേ കണ്ടമാനം പ്രശ്നങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ യാത്രയ്ക്ക് പോയത്. അതിന് മുകളിൽ ചെന്നതെല്ലാം കഴിഞ്ഞ് പിന്നെ താഴോട്ടിറങ്ങി വരുമ്പോഴേക്കും വേറൊരു ഇടത്തുനിന്ന് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നോക്കുന്നതെന്നുള്ള പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതും രസമാണ്. എന്നാലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ തിരിച്ച് ഇതിനകത്തേക്ക് സെറ്റായി വരും. പക്ഷെ എന്നാലും കുറച്ച് കാലത്തേക്കാണെങ്കിൽ ഈ സാധനം അടിപൊളിയാണ്. എന്നാലും സ്വാധീനം ത്രൂ ഔട്ട് ലൈഫിലുണ്ടാവും. അന്നപൂർണ്ണ തൊറാങ്ങട അവിടെ എനിക്ക് ഈ പറയുന്ന പോലത്തെ നമ്മൾ വല്ലാത്ത ഒച്ചപ്പാടും എന്തൊക്കെയോ ഇങ്ങനെ മൊത്തത്തിൽ ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ടൊന്നും അല്ല എൻ്റെ മെമ്മറി കിടക്കുന്നത്. ഒരുമാതിരി ചുമ്മാ ട്രിപ്പ് പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഒരുമാതിരി എന്തൊക്കെയൊക്കെയോ പരിപാടി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്നാമത് ബ്രെയിന് വേണ്ടത്ര ഓക്സിജൻ മേ ബി കിട്ടാത്തതുകൊണ്ടായിരിക്കാം, വട്ടവർ അറിയില്ല. ഒന്നാമത് ലൈഫ് ഇങ്ങനെ നമ്മളെ ബോഡിക്കകത്ത് കിടന്നിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ പാവം അതിനറിയില്ലല്ലോ നമ്മളിതിൻ്റെ മുകളിലെത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ പറയുക, ആ ഒരു 6-7 മണിക്കൂർ കൊണ്ട് അത് കടന്ന് താഴേക്ക് എത്തും എന്നുള്ളത്. അതിൻ്റെ വിചാരം നമ്മൾ തീരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചാവുന്നതിന് മുമ്പ് നമ്മളെ കാണിക്കേണ്ട സാധനങ്ങളൊക്കെ അത് ആദ്യമൊക്കെ കാണിച്ചു തരിക, തോന്നിപ്പിക്കുക, അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒന്നാമത് എൻ്റെ വരയുടെ സ്വഭാവം കുറേ മാറിയിട്ടുള്ളതുകൊണ്ടായിരിക്കും. ഞാനിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ അല്ലെങ്കിൽ അവിടെ കാണുന്ന എന്തെങ്കിലും ഒരു സംഭവം ഇതൊന്നും പിന്നീട് വരയ്ക്കാമെന്ന് വിചാരിക്കുന്നൊരു സ്വഭാവം എനിക്കില്ല പൊതുവേ. എന്ന് വെച്ചാൽ സ്കെച്ച് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. പിന്നെ അവിടെ വെച്ച് എനിക്ക് ഇതെല്ലാം കൂടെ കാണുന്ന സമയത്ത് ഓ മൈ ഗോഡ്
ശരിയല്ലേ? നമ്മളവിടെ എന്തോ ഒരു സംഭവം ഇങ്ങനെ വിചാരിച്ചു, അതെന്തേലും ഒന്ന് വരച്ചേക്കാം. ലൈക്ക് എന്ന് വെച്ചാൽ അത് നമ്മൾ മുമ്പുള്ള എന്തോ ആയിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് എന്തോ ഒരു ഐഡിയ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പിന്നത്തേക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുവരും. ചിലപ്പോൾ പിന്നെ ചിലപ്പോൾ നമ്മളിത് കോൺഷ്യസ്ലി കൊണ്ടുവരണമെന്നും കൂടിയില്ല. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു പടം വരയ്ക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ വരച്ച് പകുതി ആയിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ അന്ന് പോയ സമയത്ത് എന്തെങ്കിലും സംഭവം ഓർത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും വിഷ്വലി പറയുന്ന പോലെ പിന്നെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അത്രയും അങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫിക് എബിലിറ്റി ഒന്നും ഇല്ല തലമുണ്ടയ്ക്ക്. ഞാൻ ഓർത്ത് വെച്ചിട്ട് തിരിച്ച് വന്നിട്ട് വീട്ടിലിരുന്ന് വരയ്ക്കാമെന്ന് എനിക്കൊണ്ട് പറ്റില്ല. അതിപ്പോൾ കുറേ പേരുണ്ട്. ഞാനാണെങ്കിൽ സ്വാധീനിക്കപ്പെടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് കണ്ടമാനം ആൾക്കാരുടെ സ്വാധീനമുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ മതി, എന്നെ ഒന്ന് അടിമുടി ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിനും പോയിട്ടുള്ള എൻ്റെ കൂട്ടുകാരായിരിക്കും കേട്ടോ എടുത്തു പറയേണ്ടത്. എൻ്റെ കൂട്ടുകാരുടെയൊക്കെ ഈ ജസ്റ്റേഴ്സ്, ഇരിപ്പ്, നിപ്പ്, പറച്ചിലിൻ്റെ രീതി അടക്കം അങ്ങനെ എല്ലാം എൻ്റെ ദേഹത്ത് കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് ഈ നിൽക്കുന്ന സ്ഥലം, ഞാനിപ്പോൾ ഒരാഴ്ച തൃശ്ശൂർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ സ്ലാങ്ങിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു സ്ലാങ് ഇല്ലാത്തതിൻ്റെ കൂടി ഗുണം കേട്ടോ അത്. അപ്പോൾ ഈ പെട്ടെന്ന് എല്ലാ രീതിയിലും ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാളാണ്. ഇപ്പോൾ ആശയങ്ങൾ കൊണ്ടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇപ്പോൾ വായിക്കുന്ന പുസ്തകങ്ങൾ, പിന്നെ ഞാൻ ഒന്നിലങ്ങനെ സ്റ്റക്കായി അങ്ങനെ ഇപ്പോൾ ഒരുപാട് കാലമൊന്നും ജീവിതത്തിന് എന്താ പറയുക വല്ലാതെ സ്ട്രോങ് ആയിട്ടൊരു സാധനം ഇങ്ങനെ പിടിച്ചു നിർത്തി ഇങ്ങനെ മുന്നോട്ട് അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ കിട്ടുന്നില്ല. ഇപ്പോൾ ചിലർ പറയുമല്ലോ കുഞ്ഞിലെ ഇന്നൊരാളുടെ ഇന്നെന്തോ ഒരു വാചകം സ്വാധീനിച്ചു, അതാണ് എൻ്റെ ജീവിതത്തിൽ ഇവിടം വരെ ഇന്ന് വരെ എത്തിച്ചെന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനെ ഇത്രയും ഒരുപാട് കാലം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഒരാൾ സ്വാധീനിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സ്വാധീനിച്ച മനുഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഓരോ മേഖലയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരാളാണ് ഹോച്ചിമിൻ. അത് ഞാൻ പണ്ട് ബാലരമ ഡൈജസ്റ്റിൽ കുഞ്ഞിലെ ഹോച്ചിമിൻ്റെ ഒരു ബാലരമ ഡൈജസ്റ്റ് വായിച്ച സമയത്ത് കിടിലൻ മനുഷ്യൻ. അപ്പോൾ അതുവരെ നമ്മൾ എന്താ പറയുക ഈ ഗാന്ധിജി പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരെയല്ലേ ഈ വായിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടു. ചെഗുവേരയുണ്ട്, അങ്ങേ എക്സ്ട്രീമിൽ ചെഗുവേരയും മറ്റേ കാസ്ട്രോയും അങ്ങനെയുള്ള മച്ചന്മാരൊക്കെ ഉണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും അഹിംസയും ഇതൊക്കെ ആയിട്ട് ഗാന്ധിജിയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വേറെ കുറേ ആൾക്കാർ. പിന്നെ നമുക്കുണ്ട് വേറെ ഭഗത് സിംഗും പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കുറേ ആൾക്കാർ. പക്ഷേ ഹോച്ചിമിനെ കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങി. ഇയാൾ കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇയാളുടെ നമ്മൾ ഈ രാഷ്ട്രീയം പറയുന്ന രീതിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കാനാണല്ലോ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് മാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ചിലപ്പോൾ അത് മൈക്ക് കെട്ടിയെന്ന് പ്രസംഗിക്കലോ പ്രസംഗമാവാം, ഇതാവാം. തന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും ഈ രാഷ്ട്രീയം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചൊരു മനുഷ്യനാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥാപുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അയാൾ, കവിതകൾ, കാർട്ടൂണുകൾ. കിട്ടുന്ന ആർട്ടിസ്റ്റ് അയാൾ വമ്പനായിട്ട് പടം വരയ്ക്കും. എന്നുവെച്ചാൽ അയാളെക്കൊണ്ട് പറ്റുന്ന എല്ലാ പോസിബിൾ വേയിൽ കൂടെയും അയാളുടെ രാഷ്ട്രീയം രേഖപ്പെടുത്താനും മറ്റുള്ളവരേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അയാൾ മരിക്കുന്നിടം വരെ ഒരു കിടിലൻ കർഷകനായിരുന്നു അഭിമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ ഒരു രാജ്യത്ത്, എനിക്കൊന്ന് ചൈനയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു, ഒരു 2-3 രാഷ്ട്രത്തലവന്മാരെ ഒരുപാട് രാഷ്ട്രത്തലവന്മാരൊക്കെ ഒന്നിച്ച് വരുന്നൊരു മീറ്റിങ്ങിന് വെച്ചിട്ട് ആരോ പരിചയപ്പെട്ട സമയത്ത് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ജോലിയെന്ന് ആരോട് പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു പറഞ്ഞു ഞാനൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ അതല്ല ഞാൻ ചോദിച്ചത് ജോലി എന്താണെന്നാണ് ചോദിച്ചതെന്നാണ് പുള്ളി ഇത് എന്നുള്ളത്. എന്ന് വെച്ചാൽ അത് നിങ്ങൾ വഹിക്കുന്നൊരു
ഒരു ഒരു ചുമതലയാണ് നിങ്ങളുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ. പക്ഷേ നിങ്ങളുടെ ജോലി അതൊരിക്കലും അതാവാൻ പാടില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു കാഴ്ചപ്പാടൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എന്നെ കുറേ സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്സ് ഈ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും രേഖപ്പെടുത്തി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം അത് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് തന്നെ തോന്നിപ്പിച്ചൊരു മനുഷ്യനാണ് ഹോച്ചിമിൻ. ഭയങ്കര രസമുള്ള കവിതകളാണ്. ഇപ്പോൾ ഞാൻ കുറേ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ ഒരു കവിത സച്ചിദാനന്ദനാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സച്ചി മാഷിൻ്റെ എന്തായിരുന്നു, സ്വാതന്ത്ര്യമെന്ന ഒറ്റ ചിന്തയുടെ പ്രേരണയാൽ അയാൾ ഓടുന്ന വണ്ടിയിൽ നിന്ന് എടുത്തു ചാടി. ഓക്കെ, ഇയാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് എഴുതിയിട്ടുള്ള കുറേ കവിതകളുണ്ട്. അതിനകത്ത് ഒരു കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്, സ്വാതന്ത്ര്യമെന്ന ഒറ്റ ചിന്തയുടെ പ്രേരണയാൽ അയാൾ ഓടുന്ന വണ്ടിയിൽ നിന്ന് എടുത്തു ചാടി എന്ന് പറഞ്ഞിട്ടാണ് ഈ കവിത തുടങ്ങുന്നത് തന്നെ. തീവണ്ടിയാണെന്ന് തോന്നുന്നു, ഓടുന്ന തീവണ്ടിയിൽ നിന്ന് എടുത്ത് ചാടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, രക്ഷപ്പെടാനല്ല മരിക്കാനാണ് സാധ്യത കൂടുതൽ. മരിക്കാൻ സാധ്യതയുള്ളൊരു ഓപ്ഷൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ചിന്തയുടെ പുറത്തൊരാൾ തിരഞ്ഞെടുക്കുക. മരിക്കാൻ പോലും സാധ്യതയുള്ളൊരു എന്താ പറയുക പ്രവൃത്തിയിലേക്കാണ് ഒരാൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ചിന്ത നമ്മളെ അത് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ അമ്മാരി കവി. ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യന്മാരെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ സംസാരിക്കാം. ക്യാറ്റ് സ്റ്റീവൻസിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോകാതെ ഒന്നിച്ച് പഠിച്ച് കളിച്ചൊക്കെ വളർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു ഫ്രണ്ട് സർക്കിളും സാധനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് എൻ്റെയും കൂടെയാണ്. എനിക്ക് എൻ്റേതായിട്ടുണ്ടായിരുന്നു, അത് അവളുടേതും കൂടെ ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഇടങ്ങളിലാണ് പരസ്പരം ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രണ്ട് തരം വളർച്ചയാണ് വളർന്നിട്ടുള്ളത്. രണ്ടുപേരും രണ്ട് തരം ഐഡിയോളജിയുള്ള ആൾക്കാരാണ്. രണ്ടുപേരും രണ്ട് തരം എസ്തെറ്റിക്കൽ സെൻസുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അവൾക്ക് എൻ്റെ പെയിൻറ്റിങ്സ് ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. ഓക്കെ, അവൾ തലവേദന എടുക്കുന്നതൊക്കെ പറയും. ഇങ്ങനെ ബ്രഷിൻ്റെ സ്ട്രോക്കും സാധനങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര മിക്സായി കിടക്കുന്നതാണ്. ഈ കളറിൻ്റെ ഈ ഇൻറ്റൻസിറ്റിയൊക്കെ ചില സാധനങ്ങൾ നമ്മൾ പറയും ഒരു സമാധാനമില്ല നിൻ്റെ പടം കണ്ടാന്നുള്ളത് പറയും. എന്ന് വെച്ചാൽ ഭയങ്കര ലൈക്ക് എന്നുവെച്ചാൽ വളരെ പ്രാഥമികമായിട്ടുള്ളൊരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഞങ്ങൾ തമ്മിൽ ഈ ഒരു ഡിഫറൻസ് എല്ലാ രീതിയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനൊരു ചേട്ടനാവാൻ എനിക്കറിയാൻ പാടില്ലാത്തത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല ലൈക്ക് നമ്മളങ്ങനെ. അപ്പോൾ അവളൊരു അനിയത്തിയോ ഞാനൊരു ചേട്ടനോ ഒന്നും ആയിരുന്നില്ല. മിക്കപ്പോഴും ഞങ്ങൾ ഏകദേശം ഒരേ സൈസിലുമായിരുന്നു. ഓക്കെ, അതായത് 1.5 വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും ഏകദേശം ഒരേ പൊക്കവും ഏകദേശം ഒരേ രൂപമൊക്കെയാണ്. ഒരേപോലത്തെ ഉടുപ്പാണ് രണ്ടുപേരും ഇട്ടിരുന്നത് കുഞ്ഞുങ്ങളായിരുന്ന സമയത്തൊക്കെ. എന്ന് വെച്ചാൽ അച്ഛൻ തന്നെയാണ് തയ്ക്കുന്നത്, അച്ഛനും അമ്മയും കൂടെ തയ്ക്കുന്ന, ഇവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ടിരുന്നത്. ഭയങ്കര ഒന്നും അറിയാലോ, നമ്മുടെ കയ്യിൽ അധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ ലിമിറ്റായിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് ഒരുപാട് തുണി ഒന്നിച്ച് നെയ്യിച്ച് വാങ്ങിച്ചൊക്കെ ഉണ്ട്. അന്ന് ഭയങ്കര ലാഭമായിരുന്നു കോറ തുണിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ. ഇപ്പം അതിനും വില കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്നിട്ട് അത് വെച്ച് തുണിന് കുറേ കാലത്തേക്കുള്ള തുണി അവരങ്ങ് ഒറ്റയടിക്കങ്ങ് സെറ്റാവും. അതുകൊണ്ട് വെള്ളയൊക്കെ തന്നെയായിരുന്നു അച്ഛനും അമ്മയും ഞങ്ങൾക്കും. അച്ഛന് ഏറ്റവും ഒന്നും വൃത്തിക്ക് തയ്ക്കാൻ അറിയാവുന്ന ജുബ്ബയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 4 പേരും ജുബ്ബ. അപ്പോൾ 4 പേരും നല്ല ഉള്ള ജുബ്ബയൊക്കെ. അത് ഒരു സ്റ്റൈലായി തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മളും ഇപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ ഒരേപോലത്തെ വേഷമൊക്കെയാണ് ഇടുന്നതെന്നുള്ളത് കൊണ്ടും പിന്നെ മുടി വെട്ടും ഒന്നിച്ച് ഞങ്ങളങ്ങ് മുടി വെട്ടും.
ഒന്നാമത് ഈ മുടിയും സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ശല്യമായിരുന്നു. അച്ഛനമ്മയും പിടിച്ച് ചെയ്യുന്നതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഞങ്ങൾ ഇതിനകത്തൊന്നും ഒട്ടും ഇതല്ല. ഞങ്ങൾക്ക് വേറെ ഞങ്ങൾ മൊത്തം കരിയും മറ്റേ എപ്പോഴും മറ്റേ കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ ദേഹം മുഴുവൻ ചെളിയും അഴുക്കുമായിട്ട് അങ്ങനെയാണ്. ഞങ്ങളൊന്ന് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ മൊത്തം അഴുക്കും പൊടിയൊക്കെ ആയിട്ട് വരും. മല മറച്ചൊക്കെ മണ്ണൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനിടയിൽ നമുക്കങ്ങനെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് ഒന്നിനെക്കുറിച്ച് നമ്മളാരും ഞാനും മിൻറ്റും പറയടല്ല ഇങ്ങനത്തെ ലുക്സും സ്റ്റൈലിനെ കുറിച്ചൊക്കെ. അതുകൊണ്ട് ഞങ്ങളെ മറ്റേ മുടി വെട്ടുക എന്നുള്ളതൊന്നും ഞങ്ങളുടെ തീരുമാനത്തിലൊന്നുമല്ല. ഞങ്ങളുടെ തീരുമാനം ഇൻ ദ സെൻസ് വെട്ടിയാലും വെട്ടിയില്ലെന്നും നമുക്കൊരു പ്രശ്നമില്ല. കാരണം നമ്മുടെ ലൈഫിൽ ഇതൊന്നും മാറ്ററല്ല. ഞങ്ങൾക്ക് വേറെ വലിയ കുറേ കാര്യങ്ങൾ വേറെ ചെയ്യാറുണ്ട്. ആ വൈബ. അപ്പോൾ വെട്ടുമ്പോൾ ഒന്നിച്ചങ്ങ് മുടി വെട്ടും. മുട്ടയടിച്ചപ്പോഴും ഒന്നിച്ചാണെന്ന് തോന്നുന്നു കുഞ്ഞിനെ മുട്ടയടിച്ചത്. മുടി വളർത്തിയിട്ടുള്ള സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല നീളത്തിൽ മുടിയുണ്ടായിരുന്നു. ഇപ്പോഴും അതെ കേട്ടോ. നമ്മളെ കാണുന്ന സമയത്തൊക്കെ പലരും ചോദിക്കാറുണ്ട്, ഒരു ഒരു ചേച്ചി കൂടി ഇല്ലായിരുന്നു മിൻറ്റുവിന്, ലൈക്ക് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ഇവളെ മറ്റേ രണ്ട് ആൺകുട്ടികളാണെന്ന് നമ്മളെ രണ്ടുപേരും നോക്കിയ ആൾക്കാർ കരുതിയ സമയങ്ങളുണ്ട്. രണ്ട് പെൺകുട്ടികളാണെന്ന് കരുതിയ സമയങ്ങളുണ്ട്. സത്യത്തിൽ ഇവളൊരു പെൺകുട്ടിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് ഒരു പ്രായമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു അവൾ പെൺകുട്ടിയാണ്, അതുകൊണ്ട് അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ, അവൾ ഇടേണ്ട ഉടുപ്പ് ഇങ്ങനെ, അവളുടെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ എന്ന് പറയുന്ന പോലത്തെ വ്യത്യാസങ്ങളൊന്നും നമ്മളെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഒരു പ്രായത്തിനൊക്കെ ഒരു പ്രായമൊക്കെ കടന്നതിന് ശേഷമാണ് നമ്മൾ തന്നെ ഈ ഒരു ഡിഫറൻസിലേക്കൊക്കെ വരുന്നത്. അല്ലാത്ത പക്ഷം ഒരേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഒരേപോലെ തന്നെയാണ് നമ്മളെ ഇതുകൊണ്ട് വന്നത്. പിന്നെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ എന്നെക്കാളും ബുദ്ധിമുട്ടുള്ളൊരു ജേർണിയാണ് മിൻറ്റുവിൻ്റെ. ഇപ്പോൾ ഒന്നാമത് ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ പെയിൻറ്റിങ് എക്സിബിഷൻ 8ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ എക്സിബിഷൻ ചെയ്യുന്നത്. ഇപ്പോൾ 69 പെയിൻറ്റിങ് എക്സിബിഷനോളം കഴിഞ്ഞിട്ടുണ്ട്. മിൻറ്റു എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വമ്പൻ ആർട്ടിസ്റ്റാണ്, കിടിലൻ ആർട്ടിസ്റ്റാണ്. ആരും കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല അവളുടെ പെയിൻറ്റിങ്സ്, ഞാനും വളരെ കുറച്ച് ആൾക്കാരല്ലാതെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ വരച്ചിട്ടുള്ളതിൻ്റെ ഒരു 1000-1 ലക്ഷത്തിലൊന്ന് പോലും പടങ്ങൾ അവൾ വരച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ എത്രത്തോളം വരയ്ക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളുടെ വരാമെന്ന് പറയുന്നൊരു സ്കില്ല് ഡെവലപ്പ് ആവുന്നതും നമ്മളുടെ കൺട്രോളിലേക്ക് ഈ സാധനം വരുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന പോലെ വരയ്ക്കാൻ പറ്റുന്നൊരു ഇടത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ അതിന് അവർ ചിലവഴിക്കുന്ന സമയം എല്ലാവർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരാൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ വരയ്ക്കേണ്ടി വരും, ഒരാൾക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുമായിരിക്കും. ഈ പറഞ്ഞ ഡിഫറൻസിനാണ് നമ്മൾ കഴിവായിട്ടൊക്കെ നമ്മൾ കരുതിപ്പോരുന്നത്. പക്ഷേ കഴിവായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. ഈ ദൂരത്തിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. കുറച്ച് കാലം നിങ്ങൾക്ക് പഴക്കം വരികയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വരയ്ക്കാൻ പറ്റും. നിങ്ങൾ മെൻ്റലി വളരെ ഫ്രീ ആണെന്നിരിക്കട്ടെ, നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊട്ടും എന്താ പറയുക സ്വയം ജഡ്ജ്മെൻ്റൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങളെ അഴിച്ചുവിടാൻ പറ്റും. സോ നിങ്ങളൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് എന്നാണ് ഞാൻ എല്ലാ മനുഷ്യരോടും എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മിൻറ്റുവിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വളരെ കുറച്ച് മാത്രം എന്നത് ഞാൻ വളരെ കൊച്ചിലെ മുതൽ വളരെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റായി മാറിയല്ലോ സീരിയസ്ലി. എന്ന് വെച്ചാൽ നിറയെ പത്രക്കാരുടെ അറ്റൻഷൻ വരുന്നു, ഇതൊക്കെ വരുന്നു. അപ്പോൾ ഭയങ്കര ഒരു അത്ഭുത ബാലൻ എന്നൊക്കെ ഉള്ള പോലത്തെ ടൈറ്റിലുകളിലൊക്കെയാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന മീഡിയ ഒക്കെ. അപ്പോഴേക്കും ഞാൻ അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മിൻറ്റുവിന് പിന്നെ ആ ജേണി എളുപ്പമല്ല. കാരണം ഒന്നാമത് അച്ഛനും അമ്മയും ആർട്ടിസ്റ്റുമാരായിട്ട് അപ്പുറത്തുണ്ട്. അതുമായിട്ട് ഞാൻ എൻ്റെ വര ചേരില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ നോക്കിയാൽ മതി കേട്ടോ, പ്രൊഫഷണൽ എതിരാളികളാണ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല ഇവിടെ വര. എന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ എന്ന് വെച്ചാൽ വേറെ വേറെ പരിപാടികളാണ്, അല്ലാതെ വര മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അത് എളുപ്പമല്ല, അതെനിക്കും അറിയാം. ആ വര സംഭവം അതെനിക്ക് എളുപ്പമല്ല, എൻ്റെ അമ്മയ്ക്കും എളുപ്പമല്ല. അപ്പോൾ ഇതൊരു മ്യൂച്വലായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷെ എന്നാലും മിൻറ്റുവിന് ഈ പറയുന്ന പോലെ മിൻറ്റുവിൻ്റെ മുന്നിൽ എപ്പോഴും ഞാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റെസ്പെക്റ്റ് ഉണ്ട്. കാരണം എനിക്ക്
കിട്ടിയൊരു ഫ്രീ ആയിട്ട് ഇതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനത്തെ ഒരു സാധനമല്ല അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. കാരണം അവൾക്കെപ്പോഴും ഒരു ഒരു സ്കെയിലുണ്ടായിരുന്നു. ആ സ്കെയിൽ കാരണമാണ് അവളെന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എന്നെ അവൾക്ക് പുറത്തേക്ക് വിടാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്നെ വെച്ച് തന്നെ അവളെ കമ്പയർ ചെയ്തിട്ടുണ്ടാവണം. അവളത് പറഞ്ഞിട്ടുമുണ്ട് എന്നോട്. പക്ഷെ അവൾ കുഞ്ഞിലെ വരച്ചിട്ടുള്ള സാധനങ്ങൾ ഇപ്പോഴും അതെ, വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് വരയ്ക്കുന്ന സാധനങ്ങൾ ആകുമ്പോഴേക്കും കാരണം മനസ്സിലായില്ലേ? ഇപ്പോൾ പക്ഷേ എളുപ്പമല്ല എല്ലാ മനുഷ്യർക്കും ഈ പറയുന്ന. പക്ഷെ അവളതിനെ ബ്രേക്ക് ചെയ്തൊക്കെ വീണ്ടും വരയ്ക്കും. പിന്നെ വേറൊരു പാത്ത് അവൾ തിരഞ്ഞെടുത്തു. ഒരു തരത്തിലും ഞാനുമായിട്ടോ ആരുമായിട്ടും ആൾക്കാരങ്ങനെ എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ പാടില്ലാത്തൊരു പാത്ത് അവൾ ഡാൻസ് തിരഞ്ഞെടുത്തു, കുച്ചിപ്പുടി. പിന്നെ എന്താ പറയുക, ഇത് ഫോട്ടോഗ്രാഫി, പിന്നെ യാത്ര. അവൾ വേറൊരു വഴി കുറച്ചുകൂടെ അവൾക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടികൾ തിരഞ്ഞെടുത്തു. ഇപ്പോൾ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ നഷ്ടം തോന്നിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ ഉണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് ഈ പോയിന്റിൽ നിൽക്കുമ്പോഴൊന്നും അങ്ങനെ നഷ്ടബോധമൊന്നും തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ പറയുക, എനിക്ക് മുന്നോട്ടൊരു വഴി ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എനിക്ക്. ഓക്കെ, എനിക്ക് അവളെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് അത്രയും ഭയങ്കര പ്രതീക്ഷയുള്ളൊരു പാത്ത് ഇപ്പോഴും മുന്നോട്ട് കിടപ്പുണ്ട്. അത് എളുപ്പത്തിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ മറ്റൊരു ജീവിതത്തിൽ കൂടെയാണ് ഞാൻ വന്നിട്ടുള്ളതെങ്കിൽ എന്നുള്ള എനിക്കൊരു തോന്നലുണ്ട്. അത് ചിലപ്പോൾ തോന്നലായിരിക്കും, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ സ്കൂളിൽ പോയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു തോന്നൽ എനിക്കെപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പിന്നെ സ്കൂളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നഷ്ടപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നത് കുറേ എക്സ്പീരിയൻസുകളല്ലേ. ഇപ്പോൾ അതൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ യെസ്, ഞാനിതൊക്കെ മിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ എന്താ പറയുക, ഈ സൊസൈറ്റിയിൽ നിന്ന് ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടൊന്നും അല്ല വളർന്നിട്ടുള്ളത്. ഇനി ഒരു കുറച്ചുകൂടെ അധികം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വളർന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഹോം സ്കൂളിംഗ് എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കുക നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു എന്നുള്ളൊരു തോന്നലിലേക്കാവുക. പക്ഷേ ഇത് സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ള ഒരൊറ്റ അർത്ഥം മാത്രമേ അതിനകത്ത് കാണുകയുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ വീട്ടിലിരുന്നുള്ളൊരു പഠിത്തമൊന്നും ആയിരുന്നില്ല എന്തായാലും. അപ്പോൾ നമ്മുടെ ആരും നമ്മളെപ്പോൾ ഉള്ളവരായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും സ്കൂളിൽ പോകുന്നവരായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും നമ്മളുടെ കൂട്ടുകാരൊക്കെയും ഇവരിൽ കൂടെയല്ലേ നമ്മൾ ഈ സിസ്റ്റത്തിനെയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെന്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുള്ളത് നമ്മളും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു മോശം അവസ്ഥയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അതുപോലെ അതൊരു വലിയ നല്ല അവസ്ഥയാണെന്നുള്ളൊരു തോന്നലും എനിക്കില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വളരെ ചെറിയ പ്രായങ്ങളിലൊക്കെ ഉള്ള കാര്യം കേട്ടോ. ഇപ്പോൾ നമ്മളെ ഭയങ്കര അസൂയോടുകൂടിയാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ നോക്കിക്കാണുന്നത്. എന്നുവെച്ചാൽ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് കൂടുതൽ സമയം ചെയ്യാം എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. നമുക്കിങ്ങനെ തോന്നേണ്ട ഒരു സാഹചര്യമേ വന്നിട്ടില്ല ജീവിതത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊരു വലിയ ഡിഫറൻസാണ്. ഇപ്പോൾ അതുപോലെ എന്താ പറയുക, എനിക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ളൊരു പ്രിവിലേജ് കിട്ടാമെന്ന് നമ്മൾ പറയില്ലേ, അത് ഇവർക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്കെപ്പോഴും തോന്നും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട് എന്താ പറയുക ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ ചില കാര്യങ്ങളെ
അങ്ങനെ ഉദാഹരണമായിട്ട് ഞാനൊരു ഇന്ന ഒന്നായിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു കാര്യം ഇഷ്ടം വരുമ്പോൾ മാത്രം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഇപ്പോൾ അയ്യോ അത് പഠിക്കണമല്ലോ ഇത് പഠിക്കണമല്ലോ അങ്ങനത്തെ ഒരു ഡെഡ് ലൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഒരു കാര്യത്തിൽ താല്പര്യം തോന്നി തുടങ്ങുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പം അത് ഭയങ്കര രസമാണ്. ഇപ്പം ഞാൻ അക്ഷരം പഠിക്കുന്നത് ഈ ബാലരമയും ബാലഭൂമിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് ഈ അക്ഷരങ്ങൾ പഠിക്കലൊക്കെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. എന്തോ ഒരു കളി പോലെയായിരുന്നു. ഞാനിതൊക്കെ അൺലോക്ക് ചെയ്ത് വരുന്നത് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ 4 വയസ്സിൽ മറ്റോ വായിക്കുമായിരുന്നു ബാലരമയും ബാലഭൂമിയും. 4 വയസ്സ് മുതൽ ഞാൻ വായിക്കുന്നത്. ഒരു 10-12 വയസ്സ് വരെ 10-12 അല്ല 10-15 വയസ്സ് വരെ ഞാൻ കണ്ടിന്യൂസ് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ എല്ലാം വാങ്ങുമായിരുന്നു. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടില്ലേ ആൾക്കാർ പഠിക്കണേ. എന്നുവെച്ചാൽ ഒരു നല്ല ശതമാനം ആൾക്കാരും ഈ പറയുന്ന പോലെ ഒരു കഥ വായിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഒരക്ഷരം പഠിക്കുന്നത്. അപ്പം നമുക്കൊരു കഥ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ അക്ഷരം പഠിക്കുന്നതും എന്തിനാണെന്നറിയാതെ അക്ഷരം പഠിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടബോധമായിട്ടൊന്നും തോന്നുന്നില്ല. ഓഫ് കോഴ്സ് എനിക്കറിയാൻ പാടില്ലാത്ത കണ്ടമാനം കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോൾ 25 വയസ്സുണ്ട്. ചിലപ്പോൾ ഒരു +2 പഠിക്കുന്ന കുട്ടിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാനേ പാടുണ്ടാവില്ല. പക്ഷെ അതൊരു മാറ്ററാണെന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാനിപ്പോഴും കരുതുന്നത്. ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പഠിച്ചേനെ. സിമ്പിളല്ലേ. പിന്നെ ഞാനിതിനകത്ത് പറയുന്ന പോലെ എന്താ പറയുക, നമ്മൾ തുടങ്ങിയപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ഉണ്ടല്ലോ, ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വേറിട്ടൊരു വഴി കൂടിയാണ് ജീവിക്കുന്നത്, അത് എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് അച്ഛനും അമ്മയോട് ചോദിച്ചിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഈ ഒരു തോന്നൽ നമുക്ക് വളരെ കുഞ്ഞിലേ കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ കുറച്ച് വേറൊരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴേ സ്വിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം 10 വയസ്സ് വരെ വിടണ്ടെന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചത്. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തെ അവരുടെ ഒരു ഇതിനൊക്കെ അനുസരിച്ച് അവർക്ക് പോകാനൊക്കെ ഇഷ്ടമാണെങ്കിൽ സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കാമെന്നുള്ള വൈബിലാണ് അവർ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ അപ്പോഴേക്കും വേറെ തന്നെ രീതിയിൽ എന്താ പറയുക തിമിർത്ത് നടക്കുക. എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര അഡിക്റ്റഡാണ് ആ സമയത്ത്. നമ്മളുടെ ഡിഗ്രി ലൈഫിനെല്ലാത്തിനകത്തും നമുക്ക് പോകാനൊന്നും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. 10 വയസ്സുള്ള സമയത്തൊന്നും ഞങ്ങൾക്കൊന്നും ഒരിക്കലും ആ സമയത്ത് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഇതൊരു നോർമൽ പരിപാടി ആവണമെന്നോ ആണെന്നുള്ളൊരു തോന്നൽ എന്തായാലും ഇല്ല. ഇത് വേറെ തന്നെ പരിപാടിയാണ്. ഇത് കുറേ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. ഈവൻ ഞാനൊരു അച്ഛനും അമ്മയും ആയിക്കഴിഞ്ഞാലും എനിക്ക് 2 മക്കളുണ്ടായിക്കഴിഞ്ഞാലും പരീക്ഷിക്കാൻ ധൈര്യപ്പെടുന്നൊരു സംഭവമൊന്നുമല്ല എൻ്റെ അച്ഛനും അമ്മയും ചെയ്തിട്ടുള്ളത്. സാധ്യത കുറവാണ്. ഇപ്പോൾ എനിക്ക് റിസ്ക് കുറവ് പിള്ളേരെ സ്കൂളിൽ വിടുന്നത് തന്നെയാണ്, അതെനിക്കറിയാം. അപ്പോൾ അതുപോലെയുള്ള ഒരാൾക്കൊക്കെ അവരെപ്പോലുള്ള 2 പേർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതും എന്താ പറയുക, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പടംവരയുടെ കാര്യം പറഞ്ഞ പോലെ ഇവർ ഈ ഫെയിലിയറിനെ ഒന്നും അവർക്കങ്ങനെ പേടിയൊന്നുമില്ല. തെറ്റിപ്പോകുന്നത് പിള്ളേരെ വളർത്തി തെറ്റിപ്പോയാൽ അവർക്കൊന്നുമില്ല. അത്രയും ഇവർ ഈ പേരൻറ്റിങ് വളരെ സീരിയസ് ആയിട്ട് കണ്ട് അങ്ങനെ ചെയ്ത ആൾക്കാരാണെന്നും നമുക്ക് തോന്നും ചിലപ്പോൾ കേൾക്കുമ്പോൾ. പക്ഷെ അവരങ്ങനെയൊന്നുമല്ല. അവർ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തൊരു പണിയായിട്ടും ചില സമയത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് നല്ല ഭക്ഷണവും നല്ല ഇതും കൊടുക്കുക, അവർക്ക് കണ്ടു വളരാൻ പറ്റിയ പോലെ അവരുടെ ചുറ്റും നമ്മൾ ജീവിക്കുക, ഇതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നൊക്കെ ചിലപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു കളയും. ചത്താപ്പച്ചയിലൊരു ഞാൻ ഓഡീഷൻ ചെയ്ത് എനിക്ക് കിട്ടിയൊരു പടമാണ്. ഓക്കെ, എനിക്കിതൊരു ഓഡീഷൻ ചെയ്തൊന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഓഡീഷൻ ചെയ്ത് കിട്ടിയ പടം എന്നൊക്കെ ഉള്ള പോലത്തെ ഒരു സാധനം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം
ലൈക്ക് നമ്മളിപ്പോൾ പല കാരണം കൊണ്ട് ഒരാൾ ഒരു പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇവനിത് ചെയ്യാൻ പറ്റും, ഇവൻ്റെ ലുക്ക് കറക്റ്റാണ്, ഇവനത് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരാൾ കാസ്റ്റ് ചെയ്തൊരു പടത്തിലേക്ക് എത്തുന്നു, നമ്മളവിടെ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഈ ക്യാരക്ടറിന് ഇവൻ പറ്റിയതാണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ള പോലത്തെ വൈബിൽ നിൽക്കുന്ന ചിലരൊക്കെ ഉണ്ടാവില്ലേ. അവർ ഏത് ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്താലും അത് ഓഡീഷനൊക്കെ നടത്തി നോക്കി. കാരണം അങ്ങനെ ഒരു ഈ ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു വേഷമാണിത്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടൊന്നുമില്ല. വേറെ അധികമൊന്നും അതിനെക്കുറിച്ച് ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ രസമുള്ളൊരു പരിപാടിയാണ്. ചെറിയ ക്യാരക്ടറാണ്, പക്ഷേ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മുതൽ അതിനൊരു രസമുള്ളൊരു ക്യാരക്ടർ ആർക്കൊക്കെ ഉണ്ട്. പിന്നെ എല്ലാത്തിലുപരി ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു പ്രോസസ്സിൻ്റെ മൊത്തം ഒരു ഹോൾ സിനിമയുടെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് എൻ്റെ ഡബ് ചെയ്യാനാണ് പോകുന്നത്. ഒരു ഷൂട്ടിനേക്കാളും കഷ്ടപ്പെട്ട് ഞാൻ ഡബ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഷൂട്ടിന് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഡബ്ബിങ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ളൊരു കുറച്ച് പരിപാടികളൊക്കെ അതിനകത്തുണ്ട്. ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് അതിനകത്ത് എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ സ്ട്രെയിൻ താരതമ്യേന വളരെ കുറവാണ്. അപ്പോൾ അതും സിനിമയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ലീഡ് വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് ഒന്നിച്ച് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ നമ്മളിപ്പോൾ മെയിൻ സ്ട്രീം സിനിമയിൽ ലീഡായി ചെയ്യുന്ന ആൾക്കാരൊന്നും ഇത്രയും എഫേർട്ട് ഇട്ട് സിനിമകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഫിസിക്കലി, അതുപോലെ മെൻ്റലി. പറയുന്ന ഫിസിക്കലി നമ്മൾ തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി സമം തകരൽ തന്നെയാണ്. അപ്പോൾ അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇവർ ഇതിനകത്ത് ഭാഗമാകുന്നത്. അതുപോലെ ഇതിനകത്തൊരു പ്രധാന വേഷം ചെയ്യുന്നൊരു 4 പേര് ഒരു താരതമ്യേന പുതിയ നടന്മാരെ വെച്ചിട്ടാണ് ഈ പടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഈ പ്രധാനപ്പെട്ട ഇവരുടെ കൂടെ തന്നെ. അവരൊക്കെ ചുമ്മാ ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ളൊരു വലിയ ക്രൂവിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുക അങ്ങനത്തെ പരിപാടി അല്ലാതെ സ്റ്റേജിൽ നിന്നിട്ടൊന്നും പെർഫോം ചെയ്ത് അറിയാത്തൊരാളാണ് ഞാൻ. ലൈക്ക് പെർഫോമിങ് ആർട്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്നത് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുമ്പോഴാണ്. 11 വയസ്സിൽ നൃത്തങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ്. പിന്നെ ഞാൻ ലൈക്ക് എന്തെങ്കിലും സ്റ്റേജ് എന്ന് പറയുന്നൊരു പരിപാടി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അവിടെ ഭയങ്കര ഒരു നൂബ് പരിപാടി തന്നെ ഉള്ളത്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലുള്ളത്. ഇപ്പോൾ സെറൻഡിപ്പെട്ടി ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടൊരു പ്രൊഡക്ഷൻ ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ മിൻറ്റുവിൻ്റെ കുച്ചിപ്പുടി ടീച്ചറാണ്, ഇപ്പം എൻ്റെ ടീച്ചറാണ്. ഞാനും ആ പ്രൊഡക്ഷന് ശേഷം ഞാനും പഠിക്കാൻ അവിടെ ചേർന്നു. കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട്. കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട്. അതൊരു എൻ്റെ പോർഷൻസൊക്കെ തിയേറ്ററായിരുന്നു. അത് കുറേ ഡാൻസും എന്താ പറയുക, ഇങ്ങനെ ഒരു മ്യൂസിക്കലായിട്ടുള്ളൊരു തിയേറ്റർ, അങ്ങനത്തെ ഒരു പ്രൊഡക്ഷനായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാൻ ഈ സെറൻഡിപ്പെട്ടി ഫെസ്റ്റിവൽ പോലുള്ളൊരു വലിയ സ്റ്റേജിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. പിന്നീട് ആ പ്രൊഡക്ഷനെ തന്നെ വേറൊരു രീതിയിലേക്ക് കുറച്ചുകൂടെ ഒന്ന് തേച്ച് മിനുക്കി നമ്മളിപ്പോൾ വന്യ എന്നുള്ള പേരിൽ NMACC മുംബൈയിൽ ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ ശരിക്കും വരുന്നത്. എനിക്കറിഞ്ഞൂടാ ചേച്ചി എങ്ങനെയാണ് എന്നെ അതിനകത്തേക്ക് കോൺഫിഡൻ്റായിട്ട് വിളിക്കുന്നതെന്നൊന്നും. ചേച്ചി എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരാളെന്നുള്ള നിലയ്ക്കോ അതോ ഞാൻ അല്ലാണ്ടൊന്നും ട്രെയിൻഡൊന്നും അല്ല എൻ്റെ ബോഡിയിൽ. അപ്പോൾ സിനിമയിലേക്ക് വന്ന സമയത്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സാധനമായിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലൊന്നിലും ട്രെയിൻഡ് അല്ല എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ശ്രീ ചേച്ചിയും പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു.
ലൈക്ക് നമ്മളിപ്പോൾ ഡാൻസോ അങ്ങനത്തെ സംഭവം പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് കുറേ കൂടെ എളുപ്പമാണ് നമുക്ക് പുതിയ ഒരു സാധനത്തിലേക്കൊക്കെ വരാമെന്നുള്ളത്. അപ്പം ഇപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഒന്നും അറിയാൻ പാടില്ലാത്തൊരു ശരീരവും മനസ്സും കീപ്പ് ചെയ്തുകൊണ്ട് നടന്നതിൻ്റെ ഭാഗ്യം, ലൈക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതിൻ്റെ ഭാഗ്യങ്ങളായിട്ടാണ് ഈ സിനിമയാണെങ്കിലും ഈ തിയേറ്ററിൽ പോലുള്ളൊരു സ്ഥലത്തേക്ക് വരുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ടാണ്. ഈ അറിവില്ലായ്മ വലിയൊരു സമ്പാദ്യമായി സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ നോക്കൂ, കാണൂ. ഇപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ ഭാഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം പ്രിസർവ് ചെയ്ത് വെക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നമ്മൾ പഠിച്ച സാധനങ്ങൾ നമ്മളിങ്ങനെ അറിയാതെ പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യന്മാരുടെ പ്രശ്നം അത്. നമുക്കൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കന്ന് കണ്ടമാനമുണ്ട്, പക്ഷേ ഇല്ലാത്ത ചില ഏരിയകളിലാണ് ഈ പറയുന്നതൊക്കെ. അവിടെയൊക്കെ എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും കൂടെ അത് വരുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്.